Hello all. Today we are going to start module 5 in control system and the topic is state space analysis. ഇത് നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്നതായിരിക്കും സ്റ്റേറ്റ് സ്പേസ്. നമുക്ക് നോക്കാം എന്താണെന്ന് നമുക്ക് നോക്കാം. സോ നമ്മൾ ഇതുവരെ നമ്മൾ സിസ്റ്റത്തിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ട്രാൻസ്ഫർ ഫംഗ്ഷൻ മെത്തേഡിലായിരുന്നു. ഓക്കെ, എന്താണ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ അതിന്റെ ഡെഫിനിഷൻ? So we all know the definition of transfer function is that it is a ratio of Laplace transform of output to input with the zero initial condition. അല്ലെ, ഇതാണ് അതിന്റെ ഡെഫിനിഷൻ പറയുക. ഓക്കെ, സോ അങ്ങനെ നമ്മൾ ലാപ്ലാസ് ഡൊമൈനിലെ സിസ്റ്റത്തിനെ റെപ്രസെന്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ രീതിയിൽ നമ്മൾ സിസ്റ്റത്തിനെ റെപ്രസെന്റ് ചെയ്യുമ്പോൾ അത് എളുപ്പമാണ്. അത് അനാലിസിസ് മറ്റും എല്ലാം എളുപ്പമാണ്. ഓക്കെ, പക്ഷേ നമ്മൾ അധികം ട്രാൻസ്ഫർ ഫംഗ്ഷൻ നമ്മൾ അധികം ഉപയോഗിക്കാറില്ല. Why? Because is that there are so many drawback in transfer function model. Okay, so എന്തൊക്കെയാണ് ആ ട്രാൻസ്ഫർ ഫംഗ്ഷൻ രീതിയിൽ സിസ്റ്റത്തിൽ റെപ്രസെന്റ് ചെയ്താൽ അതിന്റെ ഡ്രോബാക്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. അതിന്റെ ഫസ്റ്റ് വൺ നമ്മുടെ അതിന്റെ ഡെഫിനിഷനിൽ തന്നെ നമുക്ക് കിട്ടും ദാറ്റ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഈസ് ഡിഫൈൻഡ് അണ്ടർ സീറോ ഇനിഷ്യൽ കണ്ടീഷൻ. ഈ സപ്പോസ് നമ്മുടെ സിസ്റ്റത്തിൽ എന്തെങ്കിലും ഇനിഷ്യൽ കണ്ടീഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ട്രാൻസ്ഫർ ഫംഗ്ഷൻ മെത്തേഡിൽ നമുക്ക് സിസ്റ്റത്തിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ട്രാൻസ്ഫർ ഫംഗ്ഷൻ സിസ്റ്റത്തില് സീറോ ഇനിഷ്യൽ കണ്ടീഷൻ ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇൻ കേസ് എന്തെങ്കിലും ഇനിഷ്യൽ കണ്ടീഷൻ ഉണ്ടെങ്കിൽ ട്രാൻസ്ഫർ ഫംഗ്ഷൻ രീതിയിൽ നമുക്ക് സിസ്റ്റത്തിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, ആൻഡ് സെക്കൻഡ് ഡ്രോബാക്ക് ഈസ് ദാറ്റ് ദ സിസ്റ്റം ഷുഡ് ബി ലീനിയർ ടൈം ഇൻവേരിയന്റ്. ട്രാൻസ്ഫർ ഫംഗ്ഷനിലെ സിസ്റ്റം ടൈം ഇൻവേരിയന്റ് ആയിരിക്കണം. സപ്പോസ് ഏതെങ്കിലും ടൈം വേരിയിങ് സിസ്റ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ രീതിയിൽ സിസ്റ്റത്തിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റത്തില്ല. അതാണ് സെക്കൻഡ് ഡ്രോബാക്ക്. ആൻഡ് തേർഡ് വൺ ഈസ് ദാറ്റ് ദ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഈസ് റെസ്ട്രിക്റ്റഡ് ഓൺലി ടു സിംഗിൾ ഇൻപുട്ട് സിംഗിൾ ഔട്ട്പുട്ട്, ദാറ്റ് ഈസ് SISO സിസ്റ്റം. ഓക്കെ, സോ മോഡേൺ സിസ്റ്റംസ് ആർ അബൌട്ട് മൾട്ടിപ്പിൾ ഇൻപുട്ട് മൾട്ടിപ്പിൾ ഔട്ട്പുട്ട്. സോ മോഡേൺ സിസ്റ്റം ഒന്നും നമുക്ക് ട്രാൻസ്ഫർ ഫംഗ്ഷൻ മെത്തേഡിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റത്തില്ല. ആൻഡ് ദാറ്റ് ഈസ് എ ഡ്രോബാക്ക് നമ്പർ 4. ആൻഡ് ഡ്രോബാക്ക് നമ്പർ 3. ആൻഡ് ഫോർത്ത് വൺ ഈസ് ദാറ്റ് in this transfer function mode of the system representation, we does not get any information regarding the internal state of the system. നമുക്ക് ഇൻപുട്ടും കിട്ടും ഔട്ട്പുട്ടും കിട്ടും, അല്ലെങ്കിൽ ഇൻപുട്ടും അറിയാം ഔട്ട്പുട്ടും അറിയാം, അല്ലാതെ വേറെ ഒരു ഇന്റേണൽ ആയിട്ടുള്ള ഡേറ്റയും നമുക്ക് സിസ്റ്റത്തിനെ കുറിച്ച് കിട്ടത്തില്ല. ഈ 4 എണ്ണമാണ് നമ്മുടെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഡ്രോബാക്സ് എന്ന് പറയാം. ഓക്കെ, സോ ഈ 4 ഡ്രോബാക്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ ഈ 4 ഡ്രോബാക്സ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പുതിയ ഒരു സിസ്റ്റം മോഡ് ഓഫ് റെപ്രസെന്റേഷൻ കൊണ്ടുവരുന്നു. അതാണ് സ്റ്റേറ്റ് സ്പേസ് എന്ന് പറയുക. ഓക്കെ, സോ ഹിയർ ഇൻ സ്റ്റേറ്റ് സ്പേസ് അതിന്റെ ഡെഫിനിഷൻ പറയുന്നുണ്ട്. The state space analysis is applicable to any type of system. ഏത് സിസ്റ്റം വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. It may be linear or non-linear, time invariant or varying, multiple input or multiple output. ഏത് സിസ്റ്റം ആയാലും കുഴപ്പമില്ല. പക്ഷെ നമ്മളെ ട്രാൻസ്ഫോർമേഷൻ പ്രത്യേകം പറയുന്നത് സിസ്റ്റം ലീനിയർ ആയിരിക്കണം, അല്ലെങ്കിൽ ടൈം ഇൻവേരിയന്റ് ആയിരിക്കണം, സ്പെസിഫൈ ആയിട്ട് പറയുന്നുണ്ട്. ഇതല്ലാതെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ട്രാൻസ്ഫർ ഫംഗ്ഷനിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റത്തില്ല. സോ ഇൻ സ്റ്റേറ്റ് സ്പേസിലാണെങ്കിൽ ഏത് ടൈപ്പ് സിസ്റ്റം വന്നാലും നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, കൂടാതെ യൂസിംഗ് ദിസ് അനാലിസിസ് ദ ഇന്റേണൽ സ്റ്റേറ്റ് ഓഫ് സിസ്റ്റം അറ്റ് എനി ടൈം ഇൻസ്റ്റന്റ് ക്യാൻ ബി പ്രഡിക്റ്റഡ് യൂസിംഗ് ദിസ് സ്റ്റേറ്റ് സ്പേസ് അനാലിസിസ്. മനസ്സിലായല്ലോ? സോ എന്തുകൊണ്ടാണ് നമ്മൾ ഇനി സ്റ്റേറ്റ് സ്പേസ് പഠിക്കുന്നത്? ട്രാൻസ്ഫർ ഫംഗ്ഷൻ എളുപ്പമാണ്, ബട്ട് ഇറ്റ് ഹാവ് സം ഡ്രോബാക്സ്. ഈ ഡ്രോബാക്സും കൂടെ നമ്മൾ റെക്ടിഫൈ ചെയ്തിട്ടുള്ള പുതിയൊരു സിസ്റ്റം റെപ്രസെന്റേഷൻ ആണ് സ്റ്റേറ്റ് സ്പേസിൽ എന്ന് പറയുക. ഓക്കെ, സോ ഇനി സ്റ്റേറ്റ് സ്പേസിൽ എങ്ങനെയാണ് സിസ്റ്റം റെപ്രസെന്റ് ചെയ്യുന്നത് നോക്കാം. ഓക്കെ, സോ ഞാൻ പറഞ്ഞു ഇത് മൾട്ടിപ്പിൾ ഇൻപുട്ട് മൾട്ടിപ്പിൾ ഔട്ട്പുട്ട് സിസ്റ്റം എല്ലാം നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. കൂടാതെ അതിന്റെ ഇന്റേണൽ സ്റ്റേറ്റിനെയൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, സോ in general, a state space system consisting of m input, p output, multiple input multiple output, and n state. എന്താണ് സ്റ്റേറ്റ് വേരിയബിൾസ്? ഓരോ സ്റ്റേറ്റിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോ വേരിയബിൾസിനെ അസൈൻ ചെയ്യും. അതാണ് സ്റ്റേറ്റ് വേരിയബിൾസ് എന്ന് പറയുക. ഓക്കെ, സോ എന്തോടെ സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ അതിന് n സ്റ്റേറ്റ് വേരിയബിൾസ് ഉണ്ട്. അതായത് ഓരോ n സ്റ്റേറ്റിനെയും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഇതിൽ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക? സോ ഇതാണ് ഒരു സ്റ്റേറ്റ് സ്പേസിന്റെ റെപ്രസെന്റേഷൻ എന്ന് പറയുക. Okay, it have multiple input and multiple output, and we have the state variables.
ഈ സ്റ്റേറ്റ് വേരിയബിളിൽ നിന്നാണ് നമുക്ക് ഈ കൺട്രോൾ സിസ്റ്റത്തിന്റെ ഓരോ സ്റ്റേറ്റും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. ഓക്കെ, പറയുന്നുണ്ട് വി ഹാവ് x1, x2, x3, etc. xn are the state variable. So these state variables are used to analyze the internal state of a system. And we have the input variables and output variables represented by u1, u2, u3, etc. and y1, y2, y3 respectively. Okay, so നമുക്ക് ഇതിനെ എല്ലാ യും കൂടി ചെയ്ത് ഒറ്റ യു ആയിട്ട് നമുക്ക് കരുതാം അല്ലെ. So we have a system and എല്ലാ ഇൻപുട്ടും ചേർന്ന് ഒറ്റ ഇൻപുട്ടിനെ കൊടുക്കുന്ന u, and we have y as all the output and all the state variables are x. നമുക്ക് മിനിയേച്ചർ നമുക്ക് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, സോ നമ്മൾ സ്റ്റേറ്റ് സ്പേസിനെ കുറിച്ച് എന്തെങ്കിലും തിയറി ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ നമുക്ക് അതിൻ്റെ അകത്തോട്ട് നമ്മൾ ഇൻകോപ്പറേറ്റ് ചെയ്യണം. ഓക്കെ, ശരി. സോ ഇതാണ് നമുക്ക് സ്റ്റേറ്റ് വേരിയബിൾ എന്ന് പറഞ്ഞു. സോ ഈ സ്റ്റേറ്റ് വേരിയബിൾ അല്ലെങ്കിൽ ഈ സ്റ്റേറ്റ് സ്പേസിൽ നമുക്ക് സിസ്റ്റം റെപ്രസെന്റ് ചെയ്യുന്നത് സ്റ്റേറ്റ് മോഡൽ എന്ന് പറയും. ഓക്കെ, സ്റ്റേറ്റ് സ്പേസിൽ സിസ്റ്റത്തിനെ റെപ്രസെന്റ് ചെയ്യുന്നതിന് സ്റ്റേറ്റ് മോഡൽ എന്ന് പറയും. ഓക്കെ, സോ ആ സ്റ്റേറ്റ് മോഡലിൽ രണ്ട് ഇക്വേഷൻസ് ഉണ്ടാവും. ഒന്ന് സ്റ്റേറ്റ് ഇക്വേഷനും ഔട്ട്പുട്ട് ഇക്വേഷനും. Okay, so the state model of a system consisting of the state equation and output equation. Clear? So state equation എന്താണ്, output equation എന്താണെന്ന് നമുക്ക് നോക്കാം. Clear? So ഈ സ്റ്റേറ്റ് സ്പേസിൽ നമ്മളെ നമുക്കറിയാം ഒരു സെക്കൻഡ് ഓർഡർ വരെ നമ്മളെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ മെത്തേഡിൽ സിസ്റ്റം അനാലിസിസ് എളുപ്പമാണ്. ഓക്കെ, സോ ഹയർ ഓർഡർ പോകുമ്പോൾ അതായത് S⁴, S⁵ അങ്ങനെയൊക്കെ ട്രാൻസ്ഫർ ഫംഗ്ഷനിൽ പോവുകയാണെങ്കിൽ അനാലിസിസ് ചെയ്യാൻ പ്രയാസമാണ്. സോ ഈ സ്റ്റേറ്റ് സ്പേസ് എന്ത് ചെയ്യുന്നറിയോ, nth ഓർഡർ സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ അതിനെ n ഫസ്റ്റ് ഓർഡർ സിസ്റ്റം മാറ്റും. സോ സ്റ്റേറ്റ് സ്പേസ് എല്ലാം ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ വെച്ചിട്ടാണ് ഇതിന്റെ അനാലിസിസ് എല്ലാം നടക്കുക. ക്ലിയർ? nth ഓർഡർ സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ ഓക്കെ, nth ഓർഡർ ആണെന്നുണ്ടെങ്കിൽ n ടൈംസ് ഫസ്റ്റ് ഓർഡർ സിസ്റ്റം ആയിട്ട് മാറ്റും. ഓക്കെ, സോ നമുക്ക് നോക്കാം. സോ ഇതാണ് ഞാൻ പറഞ്ഞില്ലേ, nth ഓർഡർ ആണെന്നുണ്ടെങ്കിൽ n ഫസ്റ്റ് ഓർഡർ ഇക്വേഷൻ x1 ഡോട്ട്, അതായത് dx1/dy അല്ലെ dt, സോറി dt, x2 ഡോട്ട് dx2/dt എക്സ്ട്രാ ടു dxn/dt. ഉണ്ടോ, ഇതെല്ലാം ഫസ്റ്റ് ഓർഡർ ആണ്. ക്ലിയർ ആയോ? സോ ഫസ്റ്റ് ഓർഡർ ആയിരിക്കും നമ്മൾ സിസ്റ്റത്തിന്റെ റെപ്രസെന്റ് ചെയ്യുക. ആ സിസ്റ്റം എന്തൊക്കെ ഉണ്ടാവും? ഇറ്റ് കൺസിസ്റ്റിംഗ് ഓഫ് ഓരോ സ്റ്റേറ്റും എല്ലാ സ്റ്റേറ്റ് വേരിയബിൾസും എല്ലാ ഇൻപുട്ടും അതിന്റെ അകത്ത് ഭാഗമായിരിക്കും. ക്ലിയർ ആയോ? ഇതൊരു സ്റ്റാൻഡേർഡ് ആണ്. സ്റ്റാൻഡേർഡ് റെപ്രസെന്റേഷൻ ഇങ്ങനെ വരിക കേട്ടോ. വിച്ച് മീൻസ് ഇൻ സ്റ്റേറ്റ് സ്പേസില് നമ്മൾ സ്റ്റേറ്റ് ഇക്വേഷൻ നമ്മൾ റെപ്രസെന്റ് ചെയ്യുമ്പോൾ n ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുക. ഇതാണ് n ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഈ ഓരോ ഡിഫറൻഷ്യൽ ഇക്വേഷനിലും എല്ലാ സ്റ്റേറ്റ് വേരിയബിൾസും എല്ലാ ഇൻപുട്ടുകളും ഒക്കെ അതിന്റെ അകത്ത് കയറി വരാം. ഓക്കെ, സോ ഇങ്ങനെ നമ്മൾ സാധാരണ റെപ്രസെന്റ് ചെയ്യാം. സോ x1 ഡോട്ട് ഈസ് ഈക്വൽ ടു a11 into x1 plus a12 into x2 plus extra to a1 into xn plus b11 into u1 plus b12 into u2 plus extra അങ്ങനെ b1m into um എന്ന് പറഞ്ഞു പോകും. സിമിലർലി x2 ഡോട്ട് ഇങ്ങനെ നമുക്ക് ജനറൽ ആയിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് സ്റ്റേറ്റ് സ്പേസിൽ എപ്പോഴും നമ്മൾ മെട്രിക്സ് ഫോമിലോട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യും. സോ ദാറ്റ് ഇൻ മെട്രിക്സിൽ അനാലിസിസ് നമുക്ക് എളുപ്പമായിരിക്കും. ഓക്കെ, സോ ഇതിനെ ഈ n ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമ്മൾ മെട്രിക്സിലോട്ട് മാറ്റുക, മെട്രിക്സ് ഫോമിലോട്ട് മാറ്റുകയാണ്. സോ ദാറ്റ് ആ മെട്രിക്സ് നമ്മൾ എക്സ്പാൻഡ് ചെയ്യുമ്പോഴത്തേക്കും ഈ ഇക്വേഷൻ നമുക്ക് കിട്ടുന്നു. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ ആ മെട്രിക്സിലോട്ട് മാറ്റുന്നത്. ഓക്കെ, സോ ഉണ്ടോ x1 ഡോട്ട് x2 എല്ലാം ഇവിടെ എഴുതുന്നുണ്ട് ഈക്വൽ ടു ഇത് മെട്രിക്സ് x1 പ്ലസ് ഇത് ഈ ഒരു മെട്രിക്സ് ഇൻറ്റു u1. സോ ദാറ്റ് ഫസ്റ്റ് ഒന്ന് x1 ഡോട്ട് ഈക്വൽ ടു എങ്ങനെ വരും നോക്കി, a11 into x1 ഇവിടെ ഇല്ലേ, a11 into x1 പ്ലസ് a12 into x2, a12 into x2 പ്ലസ് അങ്ങനെ പോകുന്നുണ്ട് a1n into xn അത് ഇവിടെ ഇല്ലേ ഉണ്ട്, ഈ പ്ലസ് ഇവിടെ ഉണ്ട്, ഈ b11 into u1 അത് ഇവിടെ ഉണ്ട്, b12 into u2 അങ്ങനെ ഇവിടെ ഉണ്ട്. ഓക്കെ, സോ വേറെ ഒന്നുമില്ല, ഈ ഒരു ഡിഫറൻഷ്യൽ ഫോമിനെ നമ്മൾ മെട്രിക്സ് രൂപത്തിലാക്കി വെച്ചതേ ഉള്ളൂ. മനസ്സിലായോ? ഓക്കെ, ഇത് നിങ്ങൾ എഴുതി പോണേ, നോട്ടിൽ ഇതൊക്കെ നിങ്ങൾ എഴുതണം. സോ ഇതിനെ ഈ എല്ലാ ഈ x1 ഡോട്ട് x2 ഡോട്ട് x3 ഡോട്ട് എല്ലാം കൂടെ ചേർത്ത് ഞാൻ x ഡോട്ട് എന്ന് പറഞ്ഞ് എഴുതുകയാണ് ഈക്വൽ ടു ഈ എല്ലാ എ മെട്രിക്സ് ഒറ്റ മെട്രിക്സ് എടുക്കാൻ, ഇറ്റ് ഈസ് മെട്രിക്സ് എ dx എല്ലാ സ്റ്റേറ്റ് വേരിയബിളിനും ഞാൻ x of t എന്ന് പറഞ്ഞ് എടുക്കുകയാണ്. ഈ ബി മെട്രിക്സിന് ബി എഴുതി, എല്ലാ ഇൻപുട്ടിനും ഞാൻ u എന്ന് എഴുതി. സോ x ഡോട്ട് ഈസ് ഈക്വൽ ടു ax പ്ലസ് bu എന്ന് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും.
മനസ്സിലായോ? ഇത് നമ്മൾ എവിടെ നിന്നാണ് നമ്മൾ തുടങ്ങിയത്? ആദ്യം സ്റ്റേറ്റ് മോഡൽ എന്ന് പറയുന്നത് കൺസിസ്റ്റ് ഓഫ് സ്റ്റേറ്റ് ഇക്വേഷൻ ആൻഡ് ഔട്ട്പുട്ട് ഇക്വേഷൻ. ഔട്ട്പുട്ട് ഇക്വേഷൻ അവിടെ നിൽക്കട്ടെ, നമുക്ക് ആദ്യം സ്റ്റേറ്റ് ഇക്വേഷൻ നോക്കാം. സോ സ്റ്റേറ്റ് സ്പേസിലെ എല്ലാം n ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് നമ്മൾ ഉപയോഗിക്കുക. സോ ദീസ് ആർ ദ n ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ വിച്ച് കൺസിസ്റ്റ് ഓഫ് all state variables and all input. ഓക്കെ, ഇതാണ് ഒരു ജനറൽ ഫോർമാറ്റ്. ഈ ജനറൽ ഫോർമാറ്റിന്റെ കറസ്പോണ്ടിങ് മെട്രിക്സ് ഫോർമാറ്റ് ആണ് ഇത്. ക്ലിയർ? സോ ഈ മെട്രിക്സ് ഫോർമാറ്റിനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് ഇങ്ങനെ എഴുതാനായിട്ട് സാധിക്കും. വെയർ എക്സ് ഓഫ് ടി ഈസ് ദി സ്റ്റേറ്റ് വെക്ടർ. ഞാൻ പറഞ്ഞു യു എന്ന് പറയുന്നത് ഇൻപുട്ട് ആണ്, എ എന്ന് പറയുന്നത് സിസ്റ്റം മെട്രിക്സ് ആണ്. എ എന്ന് പറയുന്നത് സിസ്റ്റം മെട്രിക്സ് ആൻഡ് ബി എന്ന് പറയുന്നത് ഇൻപുട്ട് മെട്രിക്സ്. ഓക്കെ, ഇനി ഓരോ ഡയമെൻഷൻ നമുക്ക് നോക്കാം. ഈ എക്സ് ഓഫ് ടി എന്ന് പറയുന്നത് n റോയും ഒരു കോളം ഉള്ള മെട്രിക്സ് ആയിരിക്കും. ഈ യു എന്ന് പറയുന്നത് m റോയും ഒരു കോളം ഉള്ള മെട്രിക്സ് ആയിരിക്കും. എ എന്ന് പറയുന്നത് n സിസ്റ്റം എന്ത് ഓർഡർ ആണെങ്കിൽ n മെട്രിക്സ് ആയിരിക്കും. ഓക്കെ, സപ്പോസ് സിസ്റ്റത്തിന്റെ ഓർഡർ 3 ആണെങ്കിൽ ഈ എ മെട്രിക്സ് ഒരു 3x3 മെട്രിക്സ് ആയിരിക്കും. ഓക്കെ, സിമിലർലി അതേപോലെ ബി എന്ന് പറയുന്നത് ബി മെട്രിക്സ് എന്ന് പറയുന്നത് n റോയും m കോളം ഉള്ള മെട്രിക്സ് ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആയി? സോ ഇതൊക്കെയാണ് നമ്മളെ മെട്രിക്സിന്റെ ഡയമെൻഷൻ എന്ന് പറയുക. ക്ലിയർ ആയോ? സോ നമ്മൾ സ്റ്റേറ്റ് ഇക്വേഷൻ അപ്പോൾ നമ്മൾ റെപ്രസെന്റ് ചെയ്തു. ഇതുപോലെ തന്നെ നമ്മൾ ഔട്ട്പുട്ട് ഇക്വേഷൻ റെപ്രസെന്റ് ചെയ്യാം. സോ ഔട്ട്പുട്ടിനെ നമ്മൾ പി ഔട്ട്പുട്ട് ഉണ്ടെന്ന് പറഞ്ഞു. ക്ലിയർ ആയോ? സോ ഓരോ ഔട്ട്പുട്ട് ഇക്വേഷൻ y1 y2 y3 etc yp എന്ന് പറഞ്ഞു പോകും. ഈ ഓരോ ഔട്ട്പുട്ട് ഇക്വേഷനും ഇറ്റ് ഈസ് ആൾസോ എ ഫംഗ്ഷൻ ഓഫ് x1 x2 എല്ലാ സ്റ്റേറ്റ് വേരിയബിൾസിന്റെയും എല്ലാ ഇൻപുട്ടിന്റെയും ഫംഗ്ഷൻ ആയിരിക്കും ഔട്ട്പുട്ട് എന്ന് പറയുക. Okay, so we get y1 as c11 into xn plus c12 into x2 plus x up to c1 into xn plus d11 into u1 plus d12 into u2 അങ്ങനെ d1m into un. Similarly p ഔട്ട്പുട്ടിന്റെയും ഇക്വേഷൻ ഇവിടെ എഴുതി. ഓക്കെ, നേരത്തെ നമ്മൾ സ്റ്റേറ്റ് ഇക്വേഷൻ എഴുതിയ പോലെ ഈ ഔട്ട്പുട്ട് ഇക്വേഷനിലും നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ കറസ്പോണ്ടിങ് മെട്രിക്സ് ഫോമിലോട്ട് മാറ്റാം. ഓക്കെ, so this is the corresponding matrix form of the output equation, so that ഓരോ മെട്രിക്സ് നമ്മൾ റോ വൈസ് എക്സ്പാൻഡ് ചെയ്താൽ നമുക്ക് y1 y2 y3 എഴുതാൻ പറ്റും. നമുക്ക് നോക്കാം. y1 എങ്ങനെ കിട്ടും? c11 into x1 ഡിലേ ഉണ്ട്, പ്ലസ് c12 into x2 ഉണ്ട്, എക്സ്ട്രാ ടു c1 into xn ഉണ്ട്. ഈ പ്ലസ് ഇവിടെ ഉണ്ട്. അടുത്ത d11 into u1 ഉണ്ട്, d12 into u2 നമുക്ക് മേളിലുണ്ട്. അങ്ങനെ എല്ലാം. സോ ദാറ്റ് ഈ മെട്രിക്സ് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഈ മേളത്തെ ഈ ഇക്വേഷൻ നമുക്ക് കിട്ടും. ഓക്കെ, സോ ഈ വലിയ മെട്രിക്സിനെ നമുക്ക് പഠിക്കാൻ എളുപ്പമായിട്ട് ഞാൻ ഒന്ന് സിംപ്ലിഫൈ ചെയ്യുകയാണ്. ഈ എല്ലാ ഔട്ട്പുട്ടിനെ ഞാൻ ഒറ്റ ഔട്ട്പുട്ട് എടുക്കുകയാണ്. y of t equal to ഈ എല്ലാ സി മെട്രിക്സിനെ ഞാൻ ഒറ്റ സി എന്ന് എടുക്കുകയാണ്. സി ഈ സ്റ്റേറ്റ് വെക്ടറിനെ സ്റ്റേറ്റ് വേരിയബിളിനെ x of t പ്ലസ് ഈ ഒറ്റ മെട്രിക്സ് എടുക്കുകയാണ് d into e of t. ഓക്കെ, സോ y of t is equal to cx plus d of t. y of t equal to c into x of t plus d into e of t എന്ന് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. വെയർ എക്സ് വൈ നമ്മൾ നേരത്തെ പറഞ്ഞു, y എന്ന ഔട്ട്പുട്ട് വെക്ടർ ആണ് നമ്മൾ പറഞ്ഞു. c എന്ന് പറയുന്ന ഔട്ട്പുട്ട് മെട്രിക്സ് ആൻഡ് ദ ഡയമെൻഷൻ ഈസ് p/n. ഓക്കെ, ആയല്ലോ. d എന്ന് പറയുന്നത് ട്രാൻസിഷൻ മെട്രിക്സ് ആൻഡ് ദ ഓർഡർ ഈസ് p/m. ഓക്കെ, p എന്താണ്? എത്ര ഔട്ട്പുട്ട് ഉണ്ട്. m എന്താണ്? എത്ര ഇൻപുട്ട്. ഓക്കെ, n എന്താണ്? എത്ര സ്റ്റേറ്റ് വേരിയബിൾ. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ക്ലിയർ ആയോ? ഓക്കെ, ശരി. സോ ദിസ് ഇക്വേഷൻ y of t is equal to c into x of t plus d into u of t എന്ന് പറയുന്നതാണ് ഔട്ട്പുട്ട് ഇക്വേഷൻ. y of t equal to c into x of t plus d into u of t is called output equation. Okay, so we already discussed that the state model consisting of state equation and output equation, and the state equation is given by x dot of t equal to a into x of t plus b into u of t, and the state equation y of t equal to c into x of t plus d into u of t. Okay, ചിലപ്പോൾ നമുക്ക് എ പാർട്ടിലൊക്കെ വരാം, ഇങ്ങനെ വരാം. ഇനി അടുത്തതെന്ന് പറയണേ, നമ്മൾ ഈ സ്റ്റേറ്റ് മോഡലിന്റെ ഒരു ബ്ലോക്ക് ഡയഗ്രം നമ്മൾ പറയണം. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അതായത് ഈ സ്റ്റേറ്റ് ഇക്വേഷനും ഔട്ട്പുട്ട് ഇക്വേഷനും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ബ്ലോക്ക് ഡയഗ്രാം. എങ്ങനെ വരയും? എളുപ്പമാണിത്. ആദ്യം കാണുമ്പോൾ ഒരു പ്രയാസം തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ ഇക്വേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ എളുപ്പമായിരിക്കും. സോ ദിസ് ഈസ് ദി ബ്ലോക്ക് ഡയഗ്രാം ഓഫ് എ സ്റ്റേറ്റ് മോഡൽ. ഓക്കെ, പിടികിട്ടിയോ? സോ നമുക്ക് എക്സ് ഡോട്ട് ഓഫ് ടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ എക്സ് ഡോട്ട് ഓഫ് ടി ഇന്റഗ്രേറ്റ് ചെയ്താൽ എന്ത് കിട്ടും? ഇന്റഗ്രേറ്റ് ചെയ്താൽ വി ഗെറ്റ് എക്സ് ഓഫ് ടി അല്ലേ? സോ എക്സ് ഡോട്ട് ഓഫ് ടി എന്ന് പറഞ്ഞാൽ എ ഇൻറ്റു എക്സ് ഓഫ് ടി പ്ലസ് ബി ഇൻറ്റു യു ഓഫ് ടി. ഓക്കെ, സോ ഈ എക്സ് ഓഫ് ടിനെ എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ ഹിയർ വി ഗെറ്റ് എ എക്സ് അല്ലേ? പിന്നെ എന്തുണ്ട്? ബി ഇൻറ്റു യു ഓഫ് ടി. ബി യു എന്നുള്ള ഇൻപുട്ട് ആണെന്ന് നമുക്കറിയാം. അതിനെ
ബി കൊണ്ട് മൾട്ടിപ്ലൈ ഇവിടെ നമുക്ക് എന്ത് കിട്ടും? ബി ഇൻറ്റു യു ഓഫ് ടി. ഇവിടെ എക്സ് ഉണ്ട്, എക്സ് ഡോട്ടിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ എക്സ് ഉണ്ട് അല്ലേ? ഈ എക്സിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ബി കിട്ടും എ എക്സ് ഇവിടെ കിട്ടും, ബി ഇവിടെ കിട്ടും. രണ്ട് സം ചെയ്താൽ എക്സ് ഡോട്ട് ഓഫ് ടി അല്ലേ? എക്സ് ഡോട്ട് ഓഫ് ടി ഈക്വൽ എ എക്സ് പ്ലസ് ബി യു. എക്സ് ഡോട്ടിനെ ഇന്റഗ്രേറ്റ് ചെയ്തപ്പോൾ എക്സ് കിട്ടി, ദാറ്റ് മൾട്ടിപ്ലൈ വിത്ത് എ വി ഗെറ്റ് എ എക്സ്. ക്ലിയർ ആയി? ഇൻപുട്ടിനെ ബി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് രണ്ട് സം ചെയ്താൽ നമുക്ക് എക്സ് ഡോട്ട് ഓഫ് ടി ഇക്വേഷൻ കിട്ടും. സോ ഔട്ട്പുട്ട് ഇക്വേഷൻ അല്ലേ? So y of t is equal to c into x of t plus d into u of t ആണ് ഔട്ട്പുട്ട് ഇക്വേഷൻ. സോ എക്സ് ഓഫ് ടി ഇവിടെ ഉണ്ട് അല്ലേ? ഈ എക്സ് ഓഫ് ടിനെ സി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. മൾട്ടിപ്ലൈ ഇവിടെ ഉണ്ട് എക്സ് ഇൻ, സോ സി ഇൻറ്റു എക്സ് ഓഫ് ടി ഇവിടെ ഉണ്ട്. പിന്നെയോ ഡി ഇൻറ്റു യു ഓഫ് ടി, യു ഓഫ് ടി ഇവിടെ ഉണ്ട്, അതിനെ ഡി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഔട്ട്പുട്ട് ഇക്വേഷൻ. ക്ലിയർ ആയോ? സോ ദിസ് ഈസ് ദി ബ്ലോക്ക് ഡയഗ്രാം ഓഫ് സ്റ്റേറ്റ് മോഡൽ ആൻഡ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് മനസ്സിലാക്കി, കാണാതെ പഠിക്കരുത്, മനസ്സിലാക്കി പഠിക്കുക. ഓക്കെ, ശരി. പിന്നെ അതിനകത്ത് വരുന്ന ചെറിയൊരു തിയറി ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് സ്റ്റേറ്റ് ആൻഡ് സ്റ്റേറ്റ് വേരിയബിൾ. ഓക്കെ, സോ അതിന്റെ ഡെഫിനിഷൻ ഇതാണ്. ദ സ്റ്റേറ്റ് ഈസ് ദ കണ്ടീഷൻ ഓഫ് എ സിസ്റ്റം അറ്റ് എനി ടൈം ഇൻസ്റ്റന്റ്. ഓക്കെ, സിസ്റ്റത്തിന്റെ ഒരു ഏത് സമയത്തുള്ളൊരു കണ്ടീഷനെ പറയുന്നത് സ്റ്റേറ്റ് എന്ന് പറയും. ഓക്കെ, ടൈം ടി ഈക്വൽ 0 മുതൽ T1 T2 T3 ഓരോ ടൈമിലും ഉള്ള സിസ്റ്റത്തിന്റെ കണ്ടീഷനെ പറയുന്ന പേരാണ് ആ സ്റ്റേറ്റ്. ഓക്കെ, ആ സ്റ്റേറ്റിനെ നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി we are assigning some variable and that variable is called state variable. Okay, so a set of variables which describes the state of a system, ആ സ്റ്റേറ്റിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി നമ്മൾ കുറച്ച് വേരിയബിൾസ് അസൈൻ ചെയ്യും, and that variables are called state variables. ഇതൊന്ന് ഓർത്ത് വെച്ചേക്കണേ. What is state and state variable? Okay, so so far we are discussed about the state space. So first നമ്മൾ എന്താ നമ്മൾ നോക്കി, what is the usage of state space, അല്ലെങ്കിൽ what is the purpose of using state space നമ്മൾ നോക്കി. That our conventional transfer function form of system representation have so many drawbacks. ആ 4 drawbacks നിങ്ങളുടെ മനസ്സിൽ വേണം. So in order to overcome that 4 drawbacks we use the state space. ആ സ്റ്റേറ്റ് സ്പേസ് നമ്മൾ എങ്ങനെ സിസ്റ്റത്തിനെ റെപ്രസെന്റ് ചെയ്യും അല്ലെ? നമ്മൾ സിസ്റ്റം ഇൻപുട്ടും ഔട്ട്പുട്ടും സ്റ്റേറ്റ് വേരിയബിൾസ് ഒക്കെ ഉള്ള ആ ജനറൽ ആ ഡയഗ്രം നമ്മൾ ഓർമ്മ വേണം. ദെൻ സ്റ്റേറ്റ് മോഡൽ എന്താണെന്ന് നോക്കി. That state model consisting of state equation and output equation. State equation x dot of t equal to a into x of t plus b into u of t നമുക്ക് എഴുതാൻ എങ്ങനെയാണ് നമ്മൾ നോക്കി. And output equation എന്ന് പറയുന്നത് y of t equal to c into x of t plus d into u of t എങ്ങനെ വന്നു എന്നുള്ള കാര്യം നമ്മൾ നോക്കി. ആ രണ്ട് ഇക്വേഷൻ കിട്ടുമ്പോഴത്തേക്കാണ് നമുക്ക് സ്റ്റേറ്റ് മോഡൽ കിട്ടുക. ആ സ്റ്റേറ്റ് മോഡലിനെ നമ്മൾ എങ്ങനെ കണക്കാസം ബ്ലോക്ക് ഡയഗ്രാം വരച്ചു നമ്മൾ നോക്കി. ഓക്കെ, സോ ഇൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഹൗ വി ക്യാൻ റെപ്രസെന്റ് ദി ട്രാൻസ്ഫർ ഫംഗ്ഷൻ. ഓക്കെ, ഈ ട്രാൻസ്ഫർ ഫംഗ്ഷൻ നമ്മുടെ കയ്യിലുണ്ട്, അതിനെ എങ്ങനെ സ്റ്റേറ്റ് സ്പേസിലോട്ട് റെപ്രസെന്റ് ചെയ്യും, അല്ലെങ്കിൽ ഹൗ വി ക്യാൻ കൺവേർട്ട് ദ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഇൻ ടു കറസ്പോണ്ടിങ് സ്റ്റേറ്റ് സ്പേസ്. ഓക്കെ, സോ ഒത്തിരി മെത്തേഡ് ഉണ്ട് സ്റ്റേറ്റ് സ്പേസിനെ റെപ്രസെന്റ് ചെയ്യാൻ. ക്വസ്റ്റ്യന്റെ ഏത് ഫോർമാറ്റിൽ റെപ്രസെന്റ് ചെയ്യാൻ പറയുന്നു അതുപോലെ നിങ്ങൾ ചെയ്യുക. ഇൻ കേസ് ഇന്ന ഫോർമാറ്റിൽ തന്നെ റെപ്രസെന്റ് ചെയ്യാൻ പറഞ്ഞില്ലാന്നെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, സോ സ്റ്റേറ്റ് സ്പേസിൽ നമ്മൾ കൺവെൻഷണൽ ട്രാൻസ്ഫർ ഫംഗ്ഷനെ നമുക്ക് 4 തരത്തിൽ 4 ടൈപ്പിൽ വി ക്യാൻ റെപ്രസെന്റ് ഇൻ സ്റ്റേറ്റ് സ്പേസ്. ഓക്കെ, സോ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. സപ്പോസ് നമ്മുടെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ അതായത് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ഔട്ട്പുട്ട് ടു ഇൻപുട്ട് വിത്ത് 0 ഇനിഷ്യൽ കണ്ടീഷന്റെ സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് ഇങ്ങനെയാണെന്ന് ഇരിക്കട്ടെ. ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് y of s by u of s equal to b0 s raised to m plus b1 s raised to m minus 1 plus etc up to b raised to m by s raised to n plus a1 s raised to n minus 1 plus etc up to an ആണെന്ന് ഇരിക്കട്ടെ. കൺസിഡർ ചെയ്യുക s raised to n ന്റെ കോഎഫിഷ്യന്റ് 1 ആയിരിക്കണം. ഓക്കെ, ഇങ്ങനെയാണത്. സോ ഇതാണ് നമ്മുടെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ. ഈ ട്രാൻസ്ഫർ ഫംഗ്ഷനെ കറസ്പോണ്ടിങ് എങ്ങനെ സ്റ്റേറ്റ് സ്പേസിലോട്ട് റെപ്രസെന്റ് ചെയ്യാം. So there are 4 type of representation, and first one is that controllable canonical form. Okay, so ഈ controllable canonical ഫോമിൽ വേണമെങ്കിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം, അല്ലെങ്കിൽ ഒബ്സർവബിൾ canonical ഫോം ഉണ്ട്, അല്ലെങ്കിൽ ഡയഗണൽ ഫോം ഉണ്ട്, അല്ലെങ്കിൽ ജോർദാൻ ഫോം ഉണ്ട്. ഒന്നുകൂടെ പറയാം, controllable form, observable form, diagonal form and ജോർദാൻ ഫോം. ഈ 4 ടൈപ്പിൽ നമുക്ക് സ്റ്റേറ്റ് സ്പേസിൽ റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, സപ്പോസ് ക്വസ്റ്റ്യനിൽ കൺട്രോൾ ഫോം റെപ്രസെന്റ് ചെയ്യാൻ പറഞ്ഞെങ്കിൽ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന രീതിയിൽ മാത്രം റെപ്രസെന്റ് ചെയ്യാം.
അല്ല ഒബ്സോൾവ് എന്ന് പറയണമെങ്കിൽ ഒബ്സോൾവ് ഫോമിൽ മാത്രം നമ്മൾ റെപ്രസെന്റ് ചെയ്യും. ഓക്കെ, ഇല്ല സ്പെസിഫൈ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ 4 മെത്തേഡിൽ ഏതാണോ നിങ്ങൾക്ക് കുറച്ച് കൺവീനിയന്റ് തോന്നുന്ന അതിൽ ഞങ്ങൾ റെപ്രസെന്റ് ചെയ്യും. Okay, so now we can discuss about how we can represent a transfer function in a controllable canonical form of state space. Okay, so എളുപ്പമാണ്. സോ നമുക്കറിയാം ഈ സ്റ്റേറ്റ് സ്പേസിൽ സ്റ്റേറ്റ് മോഡലിന് സ്റ്റേറ്റ് ഇക്വേഷൻ ഉണ്ടാവും, ഔട്ട്പുട്ട് ഇക്വേഷൻ ഉണ്ടാവും അല്ലേ? സ്റ്റേറ്റ് ഇക്വേഷൻ ഔട്ട്പുട്ട് ഇക്വേഷൻ ഉണ്ടാവും. അതാണ് നമുക്ക് റെപ്രസെന്റ് ചെയ്യേണ്ടത്. ഓക്കെ, സോ ഇതാണ് എല്ലാ എക്സ് ഡോട്ട്, ഇത് എക്സ് ഡോട്ട് എന്ന് പറഞ്ഞത് ഈക്വൽ ടു ഇതാണ് നമ്മുടെ എ മെട്രിക്സ് ഇൻറ്റു എക്സ് പ്ലസ് ഇതാണ് നമ്മുടെ ബി മെട്രിക്സ് ഇൻറ്റു യു. സോ എക്സ് ഡോട്ട് ഈസ് ഈക്വൽ ടു എ എക്സ് പ്ലസ് ബി യു. ഇതാണ് എന്റെ സ്റ്റേറ്റ് ഇക്വേഷൻ എന്ന് പറയുക. ഓക്കെ, വൈ ഈസ് ഈക്വൽ ടു സി എക്സ് പ്ലസ് ഡി യു. ഇതാണ് എന്റെ ഔട്ട്പുട്ട് ഇക്വേഷന്റെ ഫോർമാറ്റ്. കൺഫ്യൂഷൻ ആവണ്ട. നമുക്ക് സ്റ്റേറ്റ് സ്പേസിൽ സിസ്റ്റത്തിനെ റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? സ്റ്റേറ്റ് മോഡലിൽ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും? അതിനകത്ത് സ്റ്റേറ്റ് ഇക്വേഷൻ ഉണ്ടാവും, ഔട്ട്പുട്ട് ഇക്വേഷൻ ഉണ്ടാവും അല്ലെ? സോ ഇതാണ് എന്റെ സ്റ്റേറ്റ് ഇക്വേഷൻ. എക്സ് ഡോട്ട് ഈസ് ഈക്വൽ ടു നമ്മൾ എക്സ് വൺ ഡോട്ട് എക്സ് ടു ഡോട്ട് എന്നെ ഓരോന്ന് പറഞ്ഞതിന് പകരം ഞാൻ കോമൺ ആയിട്ട് എക്സ് ഡോട്ട് എന്ന് പറഞ്ഞു എഴുതുന്നു. എക്സ് ഡോട്ട് ഈക്വൽ ടു ഇത് ഈ മെട്രിക്സ് എല്ലാ ഒറ്റ മെട്രിക്സ് എന്ന് പറയുന്നത് എ മെട്രിക്സ്. സോ എ എക്സ് പ്ലസ് ബി യു. സോ ദിസ് ഈസ് മൈ സ്റ്റേറ്റ് മെട്രിക്സ്, സോറി സ്റ്റേറ്റ് ഇക്വേഷൻ. ഔട്ട്പുട്ട് ഇക്വേഷൻ എങ്ങനെ നമുക്ക് എഴുതാം? y is equal to c into x plus b into d into u അല്ലെ? ഇനി നമ്മൾ ഈ കൺട്രോൾ കനോണിക്കൽ ഫോമിൽ എ മെട്രിക്സ് നമ്മൾ എങ്ങനെ എഴുതും, ഈ ബി മെട്രിക്സ് നമ്മൾ എങ്ങനെ എഴുതും, സി എങ്ങനെ എഴുതും, ഡി എങ്ങനെ എഴുതും മാത്രം നോക്കിയാൽ മതി. ഓക്കെ, നോക്കുക. സപ്പോസ് നമ്മുടെ സിസ്റ്റത്തിന്റെ ഓർഡർ എത്രയാണ്? ഓർഡർ n അല്ലേ? അല്ലെ? സോ n ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എ മെട്രിക്സിന്റെ ഇതാണ് എന്റെ എ മെട്രിക്സ്. ഓക്കെ, ഈ എ മെട്രിക്സിന്റെ ഓർഡർ എന്തായിരിക്കും? n ആണ് ഓർഡർ എന്നുണ്ടെങ്കിൽ n ബൈ n മെട്രിക്സ് ആയിരിക്കും. സോ ഈ n ബൈ n മെട്രിക്സില് ഓക്കെ n റോയും n കോളും ഉള്ള ആണ് നമ്മുടെ എ മെട്രിക്സ്. എ മെട്രിക്സിൽ കൺട്രോളർ ഫോമിൽ വരുന്ന ഫോർമാറ്റ് ഇതാണ്. 0 1 0 0 എന്ന് പറഞ്ഞ് പോവുക. അതാണ് ഫസ്റ്റ് റോ. ഓക്കെ, ദെൻ സെക്കൻഡ് റോ എന്ന് പറയുന്നത് ഒന്ന് ഈ ഒന്ന് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് 0 0 1 0 0 എന്ന് പോകും. അടുത്ത് അങ്ങനെ 0 0 0 1 0 അങ്ങനെ പോകും. ഇതിങ്ങനെ പൊക്കോണ്ടിരിക്കും. ഓക്കെ, നമുക്ക് nth റോ മാത്രം നമുക്ക് എഴുതിയാൽ മതി. nth റോ എങ്ങനെ എഴുതുന്നറിയാവോ? മൈനസ് എ എൻ മൈനസ് എ എൻ മൈനസ് 1 മൈനസ് എൻ മൈനസ് 2 എക്സ്ട്രാ ടു മൈനസ് എ 1. ഇതെന്താ? എ എനും എ എൻ മൈനസ് 2 എന്താണ്? നമ്മൾ ക്വസ്റ്റ്യൻ നോക്കി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, സോ നമ്മളെ ട്രാൻസ്ഫർ ഫംഗ്ഷനിലുള്ള ഉള്ള ഡിനോമിനേറ്ററിന്റെ എസിന്റെ കോയിഫിഷ്യൻസ് ആണ് ഈ പറഞ്ഞ എ എന്നും എ എൻ മൈനസ് 1 ഒക്കെ. സോ ഡിനോമിനേറ്ററിലെ കോൺസ്റ്റന്റ് ടേം ആണ് ആ എ എൻ എടുത്ത് ഒരു മൈനസും ചേർത്ത് എഴുതിയാൽ നമ്മളെ കൺട്രോളബിൾ കാനോണിക്കൽ ഫോമിന്റെ എ മെട്രിക്സിലെ nth റോയിലെ ഫസ്റ്റ് എലമെന്റ് കിട്ടും. ദെൻ എസിന്റെ കോയിഫിഷ്യന്റ് ആയ എ എൻ മൈനസ് 1 എടുത്ത് ഇവിടെ എഴുതിയാൽ മൈനസ് ചേർത്ത് എഴുതിയാൽ സെക്കൻഡ് എലമെന്റിന് കിട്ടും. ഓക്കെ, അങ്ങനെ എസ് എസ് ടു എൻ മൈനസ് 1ന്റെ കോയിഫിഷ്യന്റ് ആയി എ 1 എടുത്ത് ലാസ്റ്റ് എഴുതാം. സോ വി ഗെറ്റ് അവർ എ മെട്രിക്സ്. സോ കൺട്രോളബിൾ കാനോണിക്കൽ ഫോമിൽ എ മെട്രിക്സ് എഴുതാൻ എളുപ്പമാണ്. ഓക്കെ, അതിൽ എന്ത് റോ മാത്രം നിങ്ങൾ എഴുതിയാൽ മതി. ബാക്കി എല്ലാം എളുപ്പമാണ്. ഫസ്റ്റ് റോ എന്ന് പറഞ്ഞാൽ 0 1 0 0. അടുത്തതിൽ ഈ റോ ഒന്ന് റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ സെക്കൻഡ് റോ, അതിന് ഒന്നുകൂടി ഷിഫ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ മൂന്നാമത്തെ റോ, ഇങ്ങനെ പൊക്കോണ്ടിരിക്കും. ഇനി എന്ത് റോ മാത്രം നിങ്ങൾ എഴുതിയാൽ മതി. നിങ്ങൾ ക്വസ്റ്റ്യനിലുള്ള ഡിനോമിനേറ്ററിലെ എസിന്റെ കോഫിഷ്യന്റ് ആയ എ എന്നും എ എൻ മൈനസ് 1 എക്സെട്രാ ടു മൈനസ് എ 1 ചേർത്ത് അതിൽ മൈനസും ചേർത്ത് ലാസ്റ്റ് റോ എഴുതി വെച്ചാൽ മതി. സോ വി ഗെറ്റ് അവർ എ മെട്രിക്സ്. ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സോ ഇനി ഇതാണ് നമ്മുടെ ബി മെട്രിക്സ്. ബി മെട്രിക്സ് എളുപ്പമാണ്. എങ്ങനെയാണെന്ന് അറിയാമോ? ബി എന്ന് പറയുന്നത് ഒരു 1 ബൈ n റോയും ഒരു കോളമുള്ള മെട്രിക്സ് ആയിരിക്കും. ക്ലിയർ? അതില് nth റോ മാത്രം 1 ആക്കിയത് ബാക്കി എല്ലാം 0. ഇനി കൺട്രോളബിൾ കാനോണിക്കൽ ഫോമില് ഓക്കെ ബി മെട്രിക്സ് എഴുതി ചിലപ്പോൾ ഒന്നും നോക്കണ്ട, കണ്ണും അടച്ചങ്ങ് എഴുതുക. n റോയും ഒരു കോളമുള്ള മെട്രിക്സ് ആയിരിക്കും. ഓക്കെ, അതില് nth റോ 1 അങ്ങ് ആക്കിക്കുക. ഓക്കെ, സോ വി ഗെറ്റ് അവർ ബി മെട്രിക്സ്.
ഇനി ഇതാണ് നമ്മുടെ സി മെട്രിക്സ് എന്ന് പറയുന്നത്. ഇതാണ് എന്റെ സി മെട്രിക്സ്. ഓക്കെ, ഇതാണ് സി മെട്രിക്സ്. സി മെട്രിക്സ് അങ്ങനെ കിട്ടും. സി മെട്രിക്സ് എന്ന് പറയുന്നത് n ഒരു റോയും n കോളവും ഉള്ള മെട്രിക്സ് ആണ് സി എന്ന് പറയാം. ഓക്കെ, ഒരു റോയും n കോളവും. ഇതിന്റെ ഫസ്റ്റ് എലമെന്റ് എങ്ങനെ കിട്ടും? bn മൈനസ് an ഇൻറ്റു b0. ഇതൊക്കെ എന്താ? an ഉം bn ഒക്കെ എന്താ? bn എന്ന് പറയുന്നത് സപ്പോസ് നോക്കാം, ഇവിടെ n ഈസ് ഈക്വൽ ടു m എന്ന് പറഞ്ഞ് കൺസിഡർ ചെയ്യാം. അതായത് ന്യൂമറേറ്ററിന്റെ ഡിനോമിനേറ്ററിന്റെ പവർ സെയിം എന്ന് പറഞ്ഞ് കൺസിഡർ ചെയ്യാം. ഓക്കെ, അത് പ്രശ്നമൊന്നുമില്ല. ഓക്കെ, സോ ന്യൂമറേറ്ററിലെ എസിന്റെ കോൺസ്റ്റന്റ് ടൈം ആണ് bn. ഓക്കെ, ഡിനോമിനേറ്ററിലെ എസിന്റെ കോൺസ്റ്റന്റ് ആണ് an. b0 എന്താണ്? ന്യൂമറേറ്ററിലുള്ള എസിന്റെ ഹയസ്റ്റ് പവർ m എന്ന് പറയാം. b0. ഓക്കെ, ഇതെല്ലാം എടുത്ത് bn മൈനസ് an ഇൻറ്റു b0 ചെയ്യുമ്പോൾ എനിക്ക് ഇവിടുത്തെ എലമെന്റ് എനിക്ക് കിട്ടും. അടുത്തത് bn മൈനസ് 1, ഇത് മൈനസ് an മൈനസ് 1, അതാണ്ട് an മൈനസ് കിടപ്പുണ്ട്, ഇൻറ്റു b0. b0 ഇവിടെ ഉണ്ട്. ചെയ്താൽ എനിക്ക് രണ്ടാമത്തെ എൻട്രി എനിക്ക് കിട്ടും. ഓക്കെ, ഒരു റോയും n കോളം ഉള്ള ആ സി മെട്രിക്സിന് രണ്ടാമത്തെ എൻട്രി എനിക്ക് കിട്ടും. അങ്ങനെ nth റോ അങ്ങനെ കിട്ടും b1 മൈനസ് a1 ഇൻറ്റു b0. ഓക്കെ, ഇത് കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓക്കെ, സോ ഇതാണ് എന്റെ സി മെട്രിക്സ് എന്ന് പറയുക. ഓക്കെ, y ഈക്വൽ ടു സി എക്സ് പ്ലസ് ഡി യു ആണ് അല്ലെ. ഡി എങ്ങനെ കിട്ടും? ഡി എന്ന് പറഞ്ഞാൽ b0 ആണ്. ന്യൂമറേറ്ററിലുള്ള s/m കോഎഫിഷ്യന്റ് ആണ് b0 എന്ന് പറയുക. ഓക്കെ, വീഡിയോ. സോ ഫസ്റ്റ് കേൾക്കുമ്പോൾ ബുദ്ധിമുട്ടേ ഉള്ളൂ. ഇൻ കൺട്രോൾ കനോണിക്കൽ ഫോമില് സിസ്റ്റത്തിന് റെപ്രസെന്റ് ചെയ്യുന്ന എക്സ് ഡോട്ട് ഈക്വൽ ടു എ എക്സ് പ്ലസ് ബി യു ആണ്. ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ y equal to cx plus du. Our aim is to how to construct matrix A, B, C and D. And A is given by in the format ഇവിടെ ഉണ്ട്. n by n matrix ആയിരിക്കും. B എന്ന് പറയുന്നുണ്ടോ ഒന്ന് നോക്കണ്ട, കണ്ണു അടച്ചങ്ങ് എഴുതി വെച്ചാൽ മതി. ഓക്കെ, ലാസ്റ്റ് റോ മാത്രം 1 ആക്കുക. ഓക്കെ, ഇനി സി മെട്രിക്സ് എന്ന് പറയുന്നത് കണ്ടോ, bn മൈനസ് an ഇൻറ്റു b0. അത് കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് എൻട്രി എനിക്ക് കിട്ടും. bn മൈനസ് an മൈനസ് 1 ഇൻറ്റു b0 സെക്കൻഡ് എനിക്ക് കിട്ടും. ഇങ്ങനെ പോകും. ഓക്കെ, സോ ലാസ്റ്റ് ആണ് ഡി എന്ന് കിട്ടുക. ഡി എന്ന് പറയുന്നതാണ് b0. b0 എന്താണ്? ന്യൂമറേറ്ററിലുള്ള s/m. ഇവിടെ n is equal to m ആണ്. ഓക്കെ, അതാണ് b0 എന്ന് പറയുന്നത്. റേഡിയോ. ഓക്കെ, ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ മനസ്സിലാക്കേണ്ട സാർ, ഒരു പ്രയാസമൊന്നുമില്ല. ഓക്കെ, ശരി. ഇനി അടുത്തത് ഈ കൺട്രോളബിൾ ഫോം അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒബ്സോൾവ് ഫോം നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. ഓക്കെ, സോ നമ്മുടെ ട്രാൻസ്ഫർ ഫംഗ്ഷനിലെ സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് ഞാൻ എടുക്കുകയാണ്. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഒബ്സർവബിൾ കനോണിക്കൽ ഫോം നമ്മൾ എഴുതുക. ഓക്കെ, സോ ഈ ഒബ്സർവബിൾ കനോണിക്കൽ ഫോമില് അവിടെയും ഉണ്ടോ എക്സ് ഡോട്ട് ഈക്വൽ ടു എ എക്സ് പ്ലസ് ബി യു, വൈ ഈക്വൽ ടു സി എക്സ് പ്ലസ് ഡി യു ഉണ്ടോ. സോ നമ്മുടെ എയിം എന്താണ്? നമ്മുടെ എയിം എന്ന് പറയുന്നത് ഈ എ മെട്രിക്സും ബി മെട്രിക്സും കാണുക എന്നുള്ളതാണ്. ഇതാണ് എന്റെ എ മെട്രിക്സ്. ഓക്കെ, ഇതാണ് എന്റെ ബി മെട്രിക്സ്, ഇതാണ് എന്റെ സി മെട്രിക്സ്, ഇതാണ് എന്റെ ഡി മെട്രിക്സ്. ഓക്കെ, പിടിയോ? സോ ഇൻ ഒബ്സർവബിൾ കനോണിക്കൽ ഫോമില് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ our A matrix should be in this format and B matrix should be in this format and C is this and D is this. ഇനി നമ്മൾ കാണാതെ പഠിക്കാൻ വരട്ടെ. നമ്മൾ തൊട്ട് മുന്നേ എഴുതിയ കൺട്രോളബിൾ കനോണിക്കൽ ഫോമിലുള്ള എ മെട്രിക്സും നമ്മുടെ ഇപ്പൊ പഠിക്കാൻ പോകുന്ന ഒബ്സർവബിൾ കനോണിക്കൽ ഫോമിലെ മെട്രിക്സും ഒന്ന് കമ്പയർ ചെയ്ത് നോക്കി. നിങ്ങൾ എഴുതുമ്പോൾ അറിയാൻ പറ്റും. തൊട്ട് മുന്നേ എഴുതിയ കൺട്രോളബിൾ കനോണിക്കൽ ഫോമിലുള്ള എ മെട്രിക്സ് വെച്ച് നോക്കുമ്പോൾ ഈ ഒബ്സർവബിൾ കനോണിക്കൽ ഫോമിലെ എ മെട്രിക്സ് എന്താ വ്യത്യാസം? എ ട്രാൻസ്പോസ് ആണ് അല്ലെ. കൺട്രോളബിൾ കനോണിക്കൽ ഫോമിലെ തൊട്ട് മുന്നേ നമ്മൾ എഴുതിയ ഈ മെട്രിക്സ് അല്ലെ, ഈ മെട്രിക്സിന്റെ ട്രാൻസ്പോസ് ആയിരിക്കും ഈ കൺട്രോളബിൾ ഫോമിലുള്ള എ മെട്രിക്സ്. കണ്ടോ, പിടിയോ? ഓക്കെ, ഇനി നമ്മൾ കൺട്രോളബിൾ ഫോമിലുള്ള സി മെട്രിക്സിന്റെ ട്രാൻസ്പോസ് ആയിരിക്കും
ഈ ഒബ്സർവൽ ഫോമിലുള്ള ബി മെട്രിക്സ്. അങ്ങനെ പറയാം, നമ്മൾ കൺട്രോളബിൾ ഫോം നിങ്ങളുടെ ബുക്കിൽ നോക്കിയാൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമ്മൾ കൺട്രോളബിൾ ഫോമിൽ എഴുതിയ സി മെട്രിക്സിന്റെ ട്രാൻസ്പോസ് എടുത്താൽ നമ്മുടെ ഒബ്സർവബിൾ ഫോമിലുള്ള ബി മെട്രിക്സ് എനിക്ക് കിട്ടും. സിമിലർലി നമ്മൾ കൺട്രോളബിൾ ഫോമിലെ ബി മെട്രിക്സിന്റെ ട്രാൻസ്പോസ് എടുത്താൽ കിട്ടുന്നതായിരിക്കും നമ്മുടെ ഒബ്സർവബിൾ ഫോമിലെ വൈ മെട്രിക്സ്. രണ്ടിലും നമ്മുടെ ഈ മെട്രിക്സ് ഡി മെട്രിക്സ് മാറുന്നത് B0 തന്നെയായിരിക്കും. ക്ലിയർ ആയോ? ഓക്കെ, സോ ഇത് ഒന്ന് പഠിച്ചു വെച്ചാൽ മതി. നമ്മൾ കൺട്രോളർ ഫോം ഒന്ന് പഠിച്ചാൽ മതി. ആ കൺട്രോളർ ഫോമിൽ കിട്ടിയ ആ എ മെട്രിക്സിന് ട്രാൻസ്പോസ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഒബ്സർവർ ഫോമിലെ എ മെട്രിക്സിന് കിട്ടും. ഓക്കെ, നമ്മൾ തൊട്ട് മുന്നേ പഠിച്ച കൺട്രോളർ ഫോമിലെ സി മെട്രിക്സ് എടുത്ത് ട്രാൻസ്പോസ് എടുത്താൽ നമ്മൾ ഒബ്സർവർ ഫോമിലെ ബി മെട്രിക്സ് കിട്ടും. ഓക്കെ, നമ്മൾ തൊട്ട് മുന്നേ പഠിച്ച കൺട്രോളർ ഫോമിലെ ബി മെട്രിക്സിന്റെ ട്രാൻസ്പോസ് എടുത്താൽ നമ്മുടെ ഒബ്സർവർ ഫോമിലെ സി മെട്രിക്സ് കിട്ടും. രണ്ടായാലും കൺട്രോളബിൾ ആയാലും ഒബ്സർവബിൾ ആയാലും നമ്മൾ B0 ഡി എന്ന് പറയുന്നത് എപ്പോഴും B0 തന്നെ ആയിരിക്കും. B0 എന്താണ്? ന്യൂമറേറ്ററിലുള്ള S⁻n കോഎഫിഷ്യന്റ് ആണ് B0 എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ഒബ്റ്റെയിൻ the state space representative of the transfer function in control form and observer form. Clear ആയോ? സോ ഒരു സിസ്റ്റം ഇവിടെ നമ്മുടെ കയ്യിലുണ്ട്. സിസ്റ്റത്തിന്റെ ഓർഡർ എത്ര? 2 അല്ലെ? ഡിനോമിനേറ്റർ എസിന്റെ ഹൈയസ്റ്റ് പവർ 2 ആണ്. സോ ഇത് ഒരു സെക്കൻഡ് ഓർഡർ സിസ്റ്റം ആണ്. സോ ഈ സെക്കൻഡ് ഓർഡർ സിസ്റ്റത്തിന്റെ ഇത് g(s) ആണ്. അതായത് ഇത് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഫോർമാറ്റിൽ കിടക്കുകയാണ്. ഇതിന്റെ കറസ്പോണ്ടിങ് സ്റ്റേറ്റ് സ്പേസിലോട്ട് നമ്മൾ എങ്ങനെ കൊണ്ടുവരും? നമുക്ക് കൺട്രോളർ ഫോമിൽ എഴുതാം, ഒബ്സർവർ ഫോമിൽ എഴുതാം. തൊട്ട് മുന്നേ രണ്ടിന്റെയും സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് നമ്മൾ നോക്കി ഏതെങ്കിലും ഒന്ന് എഴുതി കഴിഞ്ഞാൽ അതിനെ കുറച്ച് മാറ്റം വരുത്തി ട്രാൻസ്പോസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒബ്സർവർ ഫോമിലോട്ട് പോകും. ഓക്കെ, സോ നമുക്ക് ആദ്യം കൺട്രോളർ ഫോമിലോട്ട് നമുക്ക് പോകാം. ക്ലിയർ ആയോ? സോ കൺട്രോളർ ഫോമിലോട്ട് പോകുന്നതിന് മുന്നേ നമുക്ക് എഴുതുക B0 B1 സെക്കൻഡ് ഓർഡർ അല്ലേ? ഓക്കെ, സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? B0 B1 B2 എന്താണെന്ന് കാണുക, A1 A2 എന്താണെന്ന് കാണുക. B0 എന്താണ്? ന്യൂമറേറ്ററിലുള്ള എസിന്റെ ഹയസ്റ്റ് പവർ B0, S² കോഎഫിഷ്യന്റ് B0. ന്യൂമറേറ്ററിൽ ഉള്ള എസിന്റെ പവർ കോഎഫിഷ്യന്റ് ആണ് B1. ന്യൂമറേറ്ററിൽ ഉള്ള കോൺസ്റ്റന്റ് ടൈം ആണ് B2. സിമിലർലി ഡിനോമിനേറ്ററിൽ ഉള്ള എസിന്റെ കോഎഫിഷ്യന്റ് ആണ് A1. ഡിനോമിനേറ്ററിലുള്ള കോൺസ്റ്റന്റ് ടൈം ആണ് A2. അതാണ് ഏത് ക്വസ്റ്റ്യൻ വന്നാലും B0 B1 B2 A1 ഉം A2 ഒക്കെ എഴുതാൻ പഠിക്കണം. ഓക്കെ, A1 A2 എന്താണ്? ഡിനോമിനേറ്ററിന്റെ എസിന്റെ കോഎഫിഷ്യന്റ് ആണ്. B0 B1 B2 എന്താണ്? ന്യൂമറേറ്ററിൽ ഉള്ളത്. ഓക്കെ, ഒരു കാര്യം മാത്രം ഓർത്തിരിക്കുക, ഡിനോമിനേറ്ററിൽ A0 ഉണ്ടാവില്ല. B0 ന്യൂമറേറ്റർ മാത്രമേ ഉള്ളൂ, ഡിനോമിനേറ്ററിൽ A0 ഇല്ല. ഓക്കെ, ശരി. ഇത് അറിയാമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് എങ്ങനെ കൺട്രോളർ ഫോമിൽ നോക്കി, x dot equal to ax plus bu സ്റ്റേറ്റ് ഇക്വേഷൻ, y equal to cx plus du അല്ലെ? ഇതാണ് എന്റെ കൺട്രോളർ ഫോമിലുള്ള സ്റ്റാൻഡേർഡ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? ഓക്കെ, സോ നമുക്ക് സിസ്റ്റത്തിന്റെ ഓർഡർ 2 അല്ലേ? 2 ആവുമ്പോഴത്തേക്കും ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യണം. ഓക്കെ, സോ x ആണ് x1 ഡോട്ട്, അതേപോലെ x2 ഡോട്ട് ഈക്വൽ ടു പിന്നെ നമ്മൾ എ മെട്രിക്സ് ആണ് അല്ലെ? ഇവിടെ നമ്മൾ എ മെട്രിക്സ് ആ വരിക. എ മെട്രിക്സിന്റെ ഡയമെൻഷൻ എന്തായിരിക്കും? ഇതിന്റെ ഓർഡർ എത്ര? 2 അല്ലേ? 2 ആയതുകൊണ്ട് ഇത് ഒരു 2/2 മെട്രിക്സ് ആയിരിക്കും. 2/2 മെട്രിക്സ്. ഓക്കെ, ഇൻഡ് ഇവിടെ എന്ത് വരും? x1 x2. ഓക്കെ, പ്ലസ് ഇവിടെ എന്ത്? നമ്മൾ ഫില്ല് ചെയ്യണം കേട്ടോ. പിന്നെ നമ്മൾ എന്ത് കാണും? b into u അല്ലെ? ഇതാണ് നമുക്ക് കാണേണ്ടത്. ax plus bu, x dot equal to ax plus bu. ഇതാണ് നമുക്ക് കാണേണ്ടത്. ക്ലിയർ ആയോ? ഇനി നമ്മൾ സ്റ്റാൻഡേർഡ് ഫോർമാറ്റിൽ നിന്ന് എങ്ങനെ നമ്മൾ എ മെട്രിക്സ് ഇടും? ഇതാണ് നമ്മുടെ
ഒരു കൺട്രോൾ ഫോമിലുള്ള നമ്മുടെ സ്റ്റാൻഡേർഡ് എ മെട്രിക്സ് ഇങ്ങനെ വരും. ഇതിൽ നിന്ന് നമ്മൾ എ മെട്രിക്സ് എങ്ങനെ കൊണ്ടുപോകണം? ഓക്കെ, ഫസ്റ്റ് റോ നമുക്ക് എഴുതാം 0 1 അല്ലേ, 0യും 1ഉം നമുക്ക് എഴുതാം. ഓക്കെ, ഇനി ഇവിടെ എന്ത് എഴുതും? ഇവിടെ an അല്ലേ, -an -an -2 -an -2 അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇവിടെ n എത്ര 2 അല്ലേ, അപ്പൊ ഇവിടെ എന്താ വരിക? -a2 -a1 അല്ലേ ഇല്ലേ? സോ നമ്മൾ a2 ഇവിടെ കിടക്കുകയല്ലേ, കണ്ടോ, a1 ഇവിടെ കിടക്കുകയല്ലേ, രണ്ടിനും മൈനസ് എഴുതാൻ അങ്ങനെ എഴുതി വെച്ചാൽ മതി. സോ ആദ്യം -a2 -1 പിന്നെ ഏതാ -a1 -2 ഒന്നുമില്ല, നമ്മൾ ഡിനോമിനേറ്ററിലുള്ള ഈ 1നെ എടുത്ത് ആദ്യം എഴുതി മൈനസും, ഈ 2നെ മൈനസ് ചെയ്ത് -2 എഴുതി. ഓക്കെ, ഇതാണ് എന്റെ എ മെട്രിക്സ്. പ്ലസ് x to d = ax plus bu. b എങ്ങനെ എഴുതാം നോക്കി, 0 ഫുൾ 0, nth റോ മാത്രം 1. സോ എങ്ങനെ എഴുതും? 0 1 ഉണ്ടോ? ബി എന്ന് പറയുന്നത് 2 റോയും 1 കോളമുള്ള മാട്രിക്സ് ആണ്. ഇങ്ങനെ വരും. ക്ലിയർ ആയോ? ഓക്കെ, ഇനി ഇതാണ് എന്റെ സ്റ്റേറ്റ് ഇക്വേഷൻ. ഇതുപോലെ ഔട്ട്പുട്ട് ഇക്വേഷൻ എങ്ങനെ എഴുതും? ഔട്ട്പുട്ട് ഇക്വേഷൻ y equal to ഇവിടെ bn minus an into b0. n എത്ര? ഓർഡർ 2 അല്ലേ, സോ ഇവിടെ എങ്ങനെ എഴുതും? b2 minus a2 into b0 ആണോ? ഇവിടെയോ n minus 1, അപ്പൊ b1 minus a1 into b0. ഇത് ചെയ്യുമ്പോൾ കിട്ടുന്നിടത്ത് ഇവിടെ എഴുതുക. ഓക്കെ, പ്ലസ് b0 into b0 എത്രയാ? b0 ഈ ന്യൂമറേറ്ററുള്ള s സ്ക്വയറിന്റെ ഇക്വേഷൻ ആണ് b0 അല്ലേ, b0 1. ശരിയായല്ലോ? ഈ എല്ലാ സംഭവം എടുത്ത് എഴുതി കഴിഞ്ഞാൽ നമ്മുടെ കൺട്രോളബിൾ ഫോമിലുള്ള മാട്രിക്സ് ആയി. കണ്ടോ, x equal to ax plus bu, y equal to cx plus du. ഈ cx എങ്ങനെ കിട്ടിയേ? നിങ്ങളോട് ചെയ്ത് നോക്കണം. b2 അല്ലെ, 3 മൈനസ് 1 b2 മൈനസ് a1 into b0 അല്ലെ. സോ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ 2 എന്ന് കിട്ടും. അടുത്തത് b1 മൈനസ് a1 into b0 ചെയ്യുമ്പോൾ ഈ 1 ഇവിടെ കിട്ടും. So this is the state space representation in controllable form. Ready? ശരിയായോ? ഇങ്ങനെയാണ് നമ്മൾ കൺട്രോളബിൾ ഫോമിൽ നമ്മൾ സിസ്റ്റത്തിനെ റെപ്രസെന്റ് ചെയ്യുക. ഓക്കെ, ശരി. നമുക്ക് ഒബ്സർവ് ഫോം കൂടെ നമുക്ക് എഴുതണ്ടായിരുന്നു അല്ലേ. സോ ഇത് കൺട്രോളർ ഫോം ആണ്, കൺട്രോളർ ഫോം. ഈ കൺട്രോളർ ഫോം അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ ഒബ്സർവ് ഫോമിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം? ഒബ്സർവ് ഫോം എന്ന് വെച്ചാൽ അങ്ങനെയാണ് x = ax plus bu തന്നെയാണ്, y = cx plus du തന്നെയാണ് വരിക. ഈ ഒബ്സർവബിൾ ഫോമിലെ ഞാൻ എഴുതാവേ, ഉണ്ടോ, ഒബ്സർവബിൾ ഫോമിലെ എ മെട്രിക്സ് എങ്ങനെ എഴുതും? നമ്മളെ കൺട്രോളർ ഫോമിലെ എ മെട്രിക്സ് അറിയാമെന്നുണ്ടെങ്കിൽ ഒബ്സർവർ ഫോമിലെ എ മെട്രിക്സ് എനിക്ക് ഈസി ആയിട്ട് എഴുതാം. എങ്ങനെയെന്നറിയോ? ഈ കൺട്രോൾ ഫോമിലെ എ മെട്രിക്സിന്റെ ട്രാൻസ്പോസ് എടുത്തേച്ചാൽ മതി. അപ്പൊ അങ്ങനെ വരും 0 -1 1 -2. ഓക്കെ, സോ ഇതാണ് ഒബ്സർവബിൾ ഫോമിലുള്ള എ മെട്രിക്സ്. കൺട്രോളബിളിലെ എ മെട്രിക്സ് അറിയാമെന്നുണ്ടെങ്കിൽ അതിന്റെ ട്രാൻസ്പോസ് എടുത്താൽ മതി, ഒബ്സർവബിളിലെ എ മെട്രിക്സ് എനിക്ക് കിട്ടും. ഓക്കെ, ഇനി ഒബ്സർവർ ഫോമിലെ ബി മെട്രിക്സ് എങ്ങനെ കിട്ടും? ഒബ്സർവറിലെ ബി മെട്രിക്സ് എന്ന് പറയുന്നത്, ഓക്കെ, ഒബ്സർവറിലെ ബി മെട്രിക്സ് എന്ന് പറയുന്നത് എങ്ങനെയെന്നറിയാമോ? ഒബ്സർവർ ബി നമ്മളെ കൺട്രോളബിളിലെ സി മെട്രിക്സ് നമുക്ക് അറിയില്ല, ഇവിടെ നമുക്ക് കിട്ടി 2 1 എന്ന് കിട്ടി അല്ലെ. ഇതായോ, ഇതിന്റെ ട്രാൻസ്പോസ് എടുത്താൽ മതി. അപ്പൊ എങ്ങനെ വരും? 2
1. ഓക്കെ, കൺട്രോളബിളിലെ സി മെട്രിക്സിനെ ട്രാൻസ്പോസ് എടുത്തു കഴിഞ്ഞാൽ ഒബ്സർവറിലെ ബി മെട്രിക്സ് എനിക്ക് കിട്ടും. ക്ലിയർ ആയോ? ഓക്കെ, ഇനി സി മെട്രിക്സ്, ഒബ്സർവറിലെ സി മെട്രിക്സ് എങ്ങനെ കിട്ടും അറിയാമോ? നമ്മുടെ കൺട്രോളബിൾ ഫോമിലുള്ള ബി മെട്രിക്സിനെ എടുത്ത്, ഓക്കെ, അതിന്റെ ട്രാൻസ്പോസ് എടുത്ത് വെച്ചാൽ മതി. കൺട്രോളബിളിലെ ബി മെട്രിക്സ് എന്ന് പറഞ്ഞാൽ 0ഉം 1ഉം ആണ്. ആ കൺട്രോളബിളിലെ ബി മെട്രിക്സിനെ എടുത്ത് അതിനെ ട്രാൻസ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ, ഓക്കെ, ഒബ്സർവറിലെ സി മെട്രിക്സ് ആയി. ഓക്കെ, രണ്ടിലെയും ഡി എന്ന് പറയുന്നത് എന്താണ്? B0 തന്നെയാണ്. ആൻഡ് ഹിയർ ദ വാല്യൂ ഓഫ് B0 ഈസ് 1. ഓക്കെ, അപ്പോൾ നിങ്ങൾ പ്രത്യേകം എടുത്ത് എഴുതണം. ഒബ്സർവർ ഫോം ഒന്ന് ഹെഡിങ് എഴുതുക. വെയർ x1 ഡോട്ട് x2 ഡോട്ട് ഈക്വൽ ടു എക്ക് പകരം ഈ മെട്രിക്സ് വയ്ക്കുക, ax പ്ലസ് ബി, ബിക്ക് പകരം ഈ ബി ടു 1 ഇൻറ്റു യു, ആൻഡ് y ഈക്വൽ ടു സി എക്സ് പ്ലസ് ഡി ന് ഇവിടെ സിക്ക് പകരം ഈ 0 1 കൊടുക്കുക, ഡിക്ക് പകരം ഈ 1. ഓക്കെ, സോ ഇതാണ് നമ്മുടെ എന്താ പറയുക ഒബ്സർവർ ഫോമിലെ സിസ്റ്റം റെപ്രസെന്റേഷൻ. സോ നമ്മൾ ഏതെങ്കിലും ഒരു ഫോം മാത്രം പഠിച്ചാൽ മതി, അതിന് കുറച്ച് മോഡിഫൈ ചെയ്ത് നമുക്ക് അടുത്തിലോട്ട് പോവാം. ഓക്കെ, സോ കൺട്രോളബിളിലെ എ മെട്രിക്സ് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ ട്രാൻസ്പോസ് എടുത്താൽ ഒബ്സർവറിലെ എ മെട്രിക്സിനെ കിട്ടും. ഓക്കെ, കൺട്രോളബിളിലെ ബി മെട്രിക്സിനെ എടുത്ത് ട്രാൻസ്പോസ് ചെയ്താൽ ഒബ്സർവറിലെ സി മെട്രിക്സ് എനിക്ക് കിട്ടും. കൺട്രോളബിളിലെ സി മെട്രിക്സിനെ എടുത്ത് ട്രാൻസ്പോസ് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഒബ്സർവറിലെ ബി മെട്രിക്സ് എനിക്ക് കിട്ടും. രണ്ടിലും ഡി എന്ന് പറയുന്നത് സെയിം ആണ്. ഓക്കെ ഓക്കെ, ക്ലിയർ ആയല്ലോ? നമുക്ക് ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ഒന്ന് എഴുതി നോക്കാം. ഓക്കെ, സപ്പോസ് ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ കരുതുക. ഓക്കെ, കൺസിഡർ ട്രാൻസ്ഫർ ഫംഗ്ഷൻ g of s equal to 5s square plus 7s plus 9 by s cube plus 8s square plus 6s plus 2. ഇതൊരു ട്രാൻസ്ഫർ ഫംഗ്ഷൻ ആണ്. ഇതിനെ കറസ്പോണ്ടിങ് നിങ്ങൾ സ്റ്റേറ്റ് സ്പേസിലോട്ട് മാറ്റുക. അപ്പൊ ഞാൻ കൺട്രോൾ ഫോമിൽ മാത്രം പറയും, നിങ്ങൾ അതിനെ ഒബ്സർവർ ഫോമിൽ നിങ്ങൾക്ക് തന്നെ എഴുതാനുണ്ട്. ഓക്കെ, സോ ഏത് കിട്ടിയാൽ ആദ്യം നമുക്ക് എന്ത് ചെയ്യണം? B0 B1 B2 ഇവിടെ ഓർഡർ 3 അല്ലേ? ഓർഡർ 3 ആയതുകൊണ്ട് അപ്പൊ എന്ത് കിട്ടും? B0 B1 B2 B3 കാണുക. ഓക്കെ, then A1 A2 A3 കാണുക. ഇതായോ? ഓക്കെ, സോ ഇതിന്റെ ഓർഡർ 3 അല്ലേ? ഓക്കെ, ഇതിന്റെ ഓർഡർ 3 ആണ്. ഇതിന്റെ ഓർഡർ 3 ആയത് കാരണം ഇതിന്റെ ഓർഡർ 3 ആണ്. ഓക്കെ, സോ ഇതിന്റെ B0 എന്ത് വരും? B0 എന്താണ്? ന്യൂമറേറ്ററിലുള്ള ഇപ്പൊ ഓർഡർ 3 അല്ലേ? ഓർഡർ 3 ആയതിന്റെ എസ് ക്യൂബ്. ഓക്കെ, ന്യൂമറേറ്ററിലുള്ള എസ് ക്യൂബിന്റെ വാല്യൂ ഉണ്ടോ? ഇല്ല, സോ 0 ആയിരിക്കും. ഓക്കെ, B1 എന്തായിരിക്കും? 5, B2 എന്തായിരിക്കും? 7, B3 എന്തായിരിക്കും? 9. ഓക്കെ, ഈ ഡിനോമിനേറ്ററിലുള്ള വാല്യൂ ആണ് A1 A2 എന്ന് പറഞ്ഞപ്പോ A1 എന്താണ്? ന്യൂമറേറ്ററിലുള്ള എസ് സ്ക്വയറിന്റെ വാല്യൂ ആണ് A1. ഡിനോമിനേറ്ററിലുള്ള എസിന്റെ കോഎഫിഷ്യന്റ് ആണ് A2. ഓക്കെ, ഡിനോമിനേറ്ററിലുള്ള കോൺസ്റ്റന്റ് ടേം ആണ് നമ്മുടെ A3. ഓക്കെ, സോ അത് നമ്മൾ എഴുതാൻ പഠിച്ചാൽ പകുതി നമ്മൾ വിജയിച്ചു. ഏതായാലും ഓക്കെ, സോ നമ്മൾ എഴുതാമല്ലോ അല്ലേ നമുക്കതില്? ഓക്കെ, സോ ഇതൊരു 3x3 മാട്രിക്സ് ആണ്. ഇത് എങ്ങനെ വരും നമുക്ക് നോക്കാം അല്ലെ? ഇതിന്റെ ഓർഡർ 3 അല്ലേ? ഓർഡർ 3 ആകുമ്പോൾ എ എന്ന് പറയുന്ന ഒരു 3x3 മാട്രിക്സ് ആയിരിക്കും. നമ്മുടെ കയ്യിൽ സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് ഉണ്ട്, അത് പ്രകാരമാണ് നമുക്ക് ഇവിടെ എഴുതേണ്ടത്. ഓക്കെ, സോ എ എന്ന് പറയുന്നത് 3x3 മാട്രിക്സ് ആണ്. ഫസ്റ്റ് റോ എങ്ങനെ വരും? 0 1 0 നിങ്ങൾ എഴുതി. അടുത്തത് ഇതിനെ ഒരു പ്രാവശ്യം റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യുക, 0 0 1. മൂന്നാമത്തെ റോ മാത്രം നിങ്ങൾ എഴുതി വെച്ചാൽ മതി. മൂന്നാമത്തെ റോ എന്താണ്? ഇവിടെ നോക്കി, -A3 -A2 -A1 അല്ലേ? സോ ഇതാണ് നമ്മുടെ A3 A2 A1. അവന്റെ മൈനസ് ആയിട്ട് എടുത്ത് എഴുതി കഴിഞ്ഞാൽ വി ഗെറ്റ്, നമുക്ക് ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് മതി നമുക്ക് എ മെട്രിക്സ് എഴുതാൻ. ഓക്കെ, ഇനി ബി എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ വരും? 0 0 0. ആ nth റോ മാത്രം 1 ആക്കുക. ഇവിടെ n = 3 ആയിരുന്നു, അത് മൂന്നാമത്തെ റോ മാത്രം 1 ആക്കുക. സോ ദിസ് ഈസ് അവർ ബി മെട്രിക്സ്. കൺട്രോളർ ഫോമിലുള്ള എ മെട്രിക്സും ബി മെട്രിക്സ് എഴുതാം അല്ലേ? ഇനി ഈ സി മെട്രിക്സ് നമുക്ക് എങ്ങനെ കിട്ടും? സി മെട്രിക്സ്
സി മെട്രിക്സിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ അത് നമ്മൾ എങ്ങനെ എഴുതുന്ന അറിയുമോ? B3 മൈനസ് A3 ഇൻറ്റു B0 അല്ലേ? നമുക്ക് എല്ലാത്തിന്റെ വാല്യൂ നമുക്കറിയാലോ. നമുക്കറിയത്തില്ല B3 എത്രയാ? 9 അല്ലേ? സോ ഇതിന്റെ വാല്യൂ എന്ന് പറയണേ 9 മൈനസ് A3 എത്രയാ? 2 അല്ലേ? ഇൻറ്റു B0 എത്രയാ? 0. സോ ദാറ്റ് ഈക്വൽ ടു 7. ഈ 7 അല്ലേ നമ്മൾ ഇവിടെ എഴുതിയിരിക്കണേ? ഓക്കെ, ക്ലിയർ ആയോ? ശരി. അടുത്തത് എങ്ങനെ വരും? B2 മൈനസ് A2 ഇൻറ്റു B0 അല്ലേ? ലൊക്കേഷൻ അങ്ങനല്ലേ പറയാ. നമ്മുടെ B2ന്റെ വാല്യൂ എന്താണ്? 7 അല്ലേ? 7 മൈനസ് A2 എന്താണ്? 6 ഇൻറ്റു B0 എന്ന് പറയുന്നത് 0. ദാറ്റ് ഈക്വൽ ടു സോ ഇവിടെ എന്താ 7 അല്ല 9 അല്ലേ വരെ? 9. ഓക്കെ, ഇതുപോലെ നിങ്ങൾ അടുത്തതും ചെയ്യുക. അപ്പൊ അങ്ങനെ നമ്മളെ സെയിം മെട്രിക്സ് എനിക്ക് കിട്ടും. ഓക്കെ, പ്ലസ് ഡി ഇൻറ്റു യു. ഡി എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും B0 ആണ്. ഇവിടെ B0 എന്ന് പറഞ്ഞാൽ 0. B0 എന്താണ്? ന്യൂമറേറ്ററുള്ള എസ് ക്യൂബിന്റെ കോഎഫിഷ്യൻ. ഇവിടെ എസ് ക്യൂബിന്റെ കോഎഫിഷ്യൻ ഇല്ല, സോ 0 ആണ്. ഓക്കെ, അതുകൊണ്ടാണ് ഇവിടെ 0 വന്നത്, ഇവിടെ 0 വന്നത്, ഇവിടെ 0 വന്നത്. ക്ലിയർ ആയോ? ഓക്കെ, സോ ഈ എ മെട്രിക്സിനെ എടുത്ത് ട്രാൻസ്പോസ് ചെയ്താൽ എനിക്ക് ഇത് നമ്മൾ കൺട്രോൾ ഫോമിലാണ് AX പ്ലസ് BU Y ഈക്വൽ ടു CX പ്ലസ് DU നമ്മൾ എഴുതിയിരിക്കണേ. ഓക്കെ, ഇനി ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ നമ്മൾ ട്രാൻസ്പോസ് ചെയ്യണം. ഓക്കെ, ഇത് നമ്മൾ ട്രാൻസ്പോസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൺട്രോളർ ഒബ്സർവർ ഫോമിലോട്ട് മാറ്റാൻ സാധിക്കും. ഇതിന്റെ ട്രാൻസ്പോസ് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഒബ്സർവറിലെ എ മെട്രിക്സ് എനിക്ക് കിട്ടും. ഓക്കെ, ഒബ്സർവറിലെ ബി എന്ന് കിട്ടും. കൺട്രോളബിളിലെ സിനെ എടുത്ത് ട്രാൻസ്പോസ് ചെയ്താൽ വി ഗെറ്റ് ഒബ്സർവറിലെ ബി. കൺട്രോളബിളിലെ സി മെട്രിക്സിനെ എടുത്ത് കൺട്രോളബിളിലെ ബി മെട്രിക്സിനെ എടുത്ത് ട്രാൻസ്പോസ് ചെയ്താൽ ഒബ്സർവറിലെ സി കിട്ടും. ഓക്കെ, രണ്ടിലെയും ഇവിടെ ഡി എന്ന് പറഞ്ഞ 0 ആണ്, ഒന്നുമില്ല. ഓക്കെ, ക്ലിയർ ആയല്ലോ? സോ ഇങ്ങനെയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. ഓക്കെ, ശരി. ഇനി നമുക്ക് മൂന്നാമത്തെ റെപ്രസെന്റേഷൻ നമുക്ക് നോക്കാം. മൂന്നാമത്തെ ടൈപ്പ് ഓഫ് റെപ്രസെന്റേഷൻ നമ്മളിപ്പോ എന്താ നോക്കണേ? നമ്മൾ ട്രാൻസ്ഫർ ഫംഗ്ഷനെ എങ്ങനെ നമ്മൾ സ്റ്റേറ്റ് സ്പേസിൽ കൊണ്ടുപോകാൻ നമ്മൾ നോക്കുകയാണ്. നമുക്ക് 4 ടൈപ്പിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. അതിന്റെ ഫസ്റ്റ് വൺ ഈസ് കൺട്രോളബിൾ നമ്മൾ നോക്കി, സെക്കൻഡ് വൺ ഈസ് ഒബ്സർവബിൾ നമ്മൾ നോക്കി, തേർഡ് വൺ ഈസ് ഡയഗണൽ. ഇത് എളുപ്പമാണ് ഡയഗണൽ. ഓക്കെ, സോ ഡയഗണൽ ഫോം നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും നമുക്ക് നോക്കാം. സപ്പോസ് നമ്മുടെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഈ ഫോർമാറ്റിലാണെന്ന് കൺസിഡർ ചെയ്യുക. ഓക്കെ, നമ്മൾ സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് ഇങ്ങനെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. സോ ഡയഗണൽ ഫോം ആണ് എന്ത് ചെയ്യണമെന്ന് അറിയോ? നമുക്ക് അതിന്റെ പോൾസ് മനസ്സിലാക്കണം. സോ എന്ത് ചെയ്യണമെന്ന് അറിയുമോ? ഇതിന് നമ്മൾ ഡിനോമിനേറ്റർ ഫാക്ടറൈസ് ചെയ്യണം. സോ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ നമ്മുടെ ജനറൽ ഫോർമാറ്റ് ഫാക്ടറൈസ് ചെയ്യുമ്പോൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കട്ടെ: B0 പ്ലസ് C1 by S plus lambda 1 plus C by S plus lambda 2 extra to Cn by S plus lambda n. ഇങ്ങനെ വന്നു എന്ന് ഇരിക്കട്ടെ. ഓക്കെ, ഇതില് ലാംഡ 1 ലാംഡ 2 ഒക്കെ എന്താണ്? അതിന്റെ പോൾസ് അല്ലേ? S plus lambda 1 equal to 0, S is equal to minus lambda 1. അതൊക്കെ അതിന്റെ പോൾ ആണ്. ഓക്കെ, S plus lambda 2 equal to 0 ചെയ്യുമ്പോൾ S is equal to minus lambda, അതൊക്കെ അതിന്റെ പോൾസ് ആണ്. ഓക്കെ, സോ എന്ത് ചെയ്യും? ഈ ഡയഗണൽ ഫോം നമ്മൾ റെപ്രസെന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സിസ്റ്റത്തെ റെപ്രസെന്റ് ചെയ്തേക്കുന്നതിനെ നമ്മൾ പാർഷ്യൽ ഫ്രാക്ഷൻ വഴി സ്പ്ലിറ്റ് ചെയ്ത് ഇങ്ങനെ ഫോർമാറ്റ് ആക്കി മാറ്റുക. ഓക്കെ, ഇങ്ങനെ ഫോർമാറ്റ് ആയി എന്നുണ്ടെങ്കിൽ ഇത് വെച്ചിട്ട് നമുക്ക് നമ്മുടെ ഡയഗണൽ ഫോമിലുള്ള x dot is equal to ax plus bu, y equal to cx plus du നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി ഡയഗണൽ ഫോമിലുള്ള എ മെട്രിക്സും ബി മെട്രിക്സും സി മെട്രിക്സും ഡി മെട്രിക്സും എങ്ങനെ ആയിരിക്കും എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ ഇത് കണ്ടോ? സോ എക്സ് ഡോട്ട് ഈസ് ഡയഗണൽ ഫോമിലുള്ള റെപ്രസെന്റേഷൻ എക്സ് ഡോട്ട് ഈക്വൽ ടു ഇതാണ് എന്റെ എ മെട്രിക്സ് എക്സ് പ്ലസ് ബി ഇൻറ്റു യു, y ഈക്വൽ ടു സി എക്സ് പ്ലസ് ഡി യു. ഇങ്ങനെ വരും. ഇത് എളുപ്പമാണ് നമുക്ക് കേട്ടോ. സോ നമ്മുടെ ക്വസ്റ്റ്യനിലുള്ള നമ്മുടെ സിസ്റ്റത്തിനെ നമ്മൾ പാർഷ്യൽ ഫ്രാക്ഷൻ വഴി സ്പ്ലിറ്റ് ചെയ്ത് നമ്മൾ ഇങ്ങനെ സ്റ്റാൻഡേർഡ് ഈ ഒരു ഫോർമാറ്റിലാക്കി എഴുതുക. ക്ലിയർ ചെയ്യും? ഓക്കെ ആണ്. സോ ഈ ലാംഡ 1 ലാംഡ 2 എന്നൊക്കെ പറഞ്ഞാൽ എന്തെല്ലാം അതിന്റെ പോൾസ് ആണ്. ഓക്കെ, സോ ഈ ഡയഗണൽ ഫോം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഈ കിട്ടുന്ന പോൾസിനെ എല്ലാം മൈനസ് ലാംഡ 1 മൈനസ് ലാംഡ 2 മൈനസ് ലാംഡ 3 എക്സ്ട്രാ മൈനസ് ലാംഡ. ഈ പോൾസിനെ എല്ലാം നമ്മൾ ഡയഗണൽ ആയിട്ട് അങ്ങ് എഴുതുക.
ഈ എ മെട്രിക്സിന്റെ. ബാക്കി എല്ലാം 0. എളുപ്പമാണ്. ഓക്കെ, ഇവിടെ നമ്മൾ ഫാക്ടറൈസ് ചെയ്യുന്ന ചെറിയ ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. കിട്ടിക്കഴിഞ്ഞാൽ ഈ കിട്ടുന്ന പോൾസ് എസ് പ്ലസ് ലാംഡ 1 ഈക്വൽ 0, എസ് ഈക്വൽ മൈനസ് ലാംഡ 1 കേട്ടോ. സോ ഈ മൈനസ് ലാംഡ 1 മൈനസ് ലാംഡ 2 ലാംഡ 3 എക്സ്ട്രാ ഈ കിട്ടുന്ന ലാംഡ എല്ലാം കൂടി എടുത്തത്, ഈ പോൾസ് എല്ലാം എടുത്ത് നമ്മൾ ഡയഗണൽ ആയിട്ട് അങ്ങ് എഴുതുക. ബാക്കി ഈ മെട്രിക്സ് ബാക്കി എല്ലാം 0 ഉണ്ടോ, ലെഫ്റ്റും ഡൗണും എല്ലാം 0. ഓക്കെ, ബി മെട്രിക്സ് ഒന്നും നോക്കണ്ട, എല്ലാം 1 ആയിരിക്കും. എല്ലാം 1 ആയിരിക്കും. ഓക്കെ, so x dot equal to ax plus bu. Clear? Y equal to cx plus du. Y equal to cx plus du. Clear ആയോ? ഈ c എങ്ങനെ കിട്ടും? നമ്മൾ പാർഷ്യൽ മെട്രിക്സ് ചെയ്യുമ്പോൾ കിട്ടും നമ്മുടെ c1 c2 എക്സെട്രാ ടു cn. അതാണ് c1 c2 cn. ഓക്കെ, സോ y equal to cx plus du എന്നാണ് നമ്മൾ എഴുതുന്നത്. അതിൽ c മെട്രിക്സ് നിന്ന് വേറെ ഒന്നുമല്ല, നമ്മൾ സ്റ്റാൻഡേർഡ് ഫോമിൽ നിന്ന് നമ്മുടെ പാർഷ്യൽ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഈ ന്യൂമറേറ്റർ അല്ലേ c1 c2, ഇതാണ് എന്നെ c മെട്രിക്സ് എന്ന് പറയുക. cx plus du. നമ്മൾ കൺട്രോളബിളിലെ x dot equal to ax plus bu എങ്ങനെയാണ് നമ്മൾ നോക്കി, ഒബ്സർവറിലെ x dot equal to ax plus bu നമ്മൾ എങ്ങനെയാണെന്ന് നമ്മൾ നോക്കി. ഇപ്പോൾ നമ്മൾ നോക്കുന്നത് ഡയഗണൽ മെട്രിക്സിന്റെ ഡയഗണൽ ഫോമിന്റെ x dot is equal to ax plus bu എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കണം. സോ ഇതാണ് എക്സ് ഡോട്ട് ഈക്വൽ ടു ഡയഗണൽ ഫോമിലുള്ളത്. എളുപ്പമാണ്, വേറെ ഒന്നുമല്ല. നമ്മൾ സാധാരണ നമ്മൾ ക്വസ്റ്റ്യനെ ഇങ്ങനെ ഫാക്ടറൈസ് ഈ ഫോർമാറ്റിലോട്ട് കൊണ്ടുവരിക. ഓക്കെ, ആ ഡിനോമിനേറ്റർ കിട്ടുന്നതാണ് നമ്മുടെ പോൾസ് എന്ന് പറയുക. ആ പോൾസിനെ എടുത്ത് നമ്മൾ ഡയഗണലായിട്ട് അങ്ങ് എടുത്ത് അങ്ങ് എഴുതുക. ബാക്കി എല്ലാ എലിമെന്റ്സ് 0 കൊടുത്തു കഴിഞ്ഞാൽ വി ഗെറ്റ് എ. ബി എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, കണ്ണും അടച്ചങ്ങ് എഴുതുക 1. സി എന്ന് പറയുന്നത് നമ്മുടെ ഈ ന്യൂമറേറ്റർ പാർഷ്യൽ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ന്യൂമറേറ്റർ ആണ് നമ്മുടെ സി മെട്രിക്സ് പ്ലസ് b0 into u. b0 ഇത്. ഓക്കെ, സമ്മൺ ക്വസ്റ്റ്യൻ നോക്കിയാലോ. 2s plus 3 by s square plus 5s plus 6 ഇതിനെ ഡയഗണൽ ഫോമില് നമ്മൾ സ്റ്റേറ്റ് സ്പേസിൽ റെപ്രസെന്റ് ചെയ്യുക. എങ്ങനെ ചെയ്യണം? ഓക്കെ, സോ നമ്മൾ സ്റ്റാൻഡേർഡ് ഫോർമാറ്റിലാണ് അല്ലേ. ഇനി എന്ത് ചെയ്യണം, നമ്മൾ പാർഷ്യൽ സ്പ്ലിറ്റ് ചെയ്യണം. 2s plus 3 by s square plus 5s plus 6നെ നമ്മൾ പാർഷ്യൽ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ കിട്ടും? കണ്ടോ, a by s plus 2 into b by s plus 3 കിട്ടത്തില്ലേ? ഓക്കെ, ഇനി നമുക്ക് എയുടെയും ബിയുടെയും വാല്യൂ കാണാം. നിങ്ങൾക്ക് അറിയാം എയുടെയും ബിയുടെയും വാല്യൂ കാണുന്ന മെത്തേഡ്. സപ്പോസ് നമ്മൾ ചെയ്തു വരുമ്പോൾ വി ഗെറ്റ് എയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ -1ഉം ബിയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ 3 ആയിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ ഡയഗണൽ ഫോമിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. എങ്ങനെയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക? എങ്ങനെ റെപ്രസെന്റ് ചെയ്യുക? സോ ഇതാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ അല്ലേ. s dot equal to ax plus bu, y equal to cs plus du. സോ ഈ p1 p2 നമ്മൾ പറയുന്നതല്ല നമ്മുടെ പോൾസ് ആണ്. ഇവിടെ പോൾ ഏതാണ്? s plus 2 equal to 0, so s is equal to -2. s plus 3 equal to 0, s is equal to -3 അല്ലേ. സോ ആ കിട്ടുന്ന പോൾസിന് എല്ലാം എടുത്ത് എഴുതി കഴിഞ്ഞാൽ വി ഗെറ്റ് എ മെട്രിക്സ്. ഓക്കെ, ബി എന്ന് പറഞ്ഞ ഒന്നുമല്ല, ഓർഡർ 2 അല്ലേ. സോ ഒരു 2 റോയും ഒരു കോളവും മെട്രിക്സ് ആയിരിക്കും, അതിനകത്ത് എല്ലാം 1 ആയിരിക്കും. കണ്ടോ, -2 -3 ആണ് പോൾ, അതായത് ഡയഗണലായിട്ട് എഴുതാൻ എഴുതി. ബാക്കി എല്ലാം 0 എങ്കിൽ എന്റെ എ മെട്രിക്സ് കിട്ടി. കണ്ടോ, സോ എക്സ് ഡോട്ട് ഈക്വൽ ടു ax പ്ലസ് bu. ബി നമ്മൾ അങ്ങനെ എഴുതും, 2 റോയും ഒരു കോളമുള്ള മെട്രിക്സ് ആയിരിക്കും ബി മെട്രിക്സ്, അതില് 1 1 എല്ലാം 1. y ഈക്വൽ ടു എന്താ നമ്മൾ സാറിന് എഴുതുക, c1 c2 പാർഷ്യൽ എഴുതുമ്പോൾ കിട്ടുന്ന നമ്മൾ ന്യൂമറേറ്റർ ഇവിടെ ഏതാ, എയും ബിയും. എയുടെ വലിയ -1ഉം ബിയുടെ 3, സോ -1ഉം 3. ഓക്കെ, പ്ലസ് b0 into u. b0 എന്താണ്, ന്യൂമറേറ്ററിലുള്ള s സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ്. ന്യൂമറേറ്ററിൽ s സ്ക്വയർ ഉണ്ടോ? ഇല്ല, സോ 0 into u. സോ ഇങ്ങനെയാണ് നമ്മൾ സ്റ്റേറ്റ് സ്പേസിൽ ഡയഗണൽ കാനോണിക്കൽ ഫോം നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. മറന്നു പോകരുത്, ആദ്യം അതിനെ പാർഷ്യൽ സ്പ്ലിറ്റ് ചെയ്യുക. സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ന്യൂമറേറ്ററിനെ എല്ലാം എടുത്ത് എഴുതുക. എനിക്ക് സി മെട്രിക്സ് കിട്ടും. ആ എ മെട്രിക്സ് പറയുന്നത് നമ്മുടെ പോൾസ് ആണ്. ഡയഗണൽ എഴുതുക. ബാക്കി എല്ലാ എലിമെന്റ് 0 കൊടുത്തു കഴിഞ്ഞാൽ വി ഗെറ്റ് എ മെട്രിക്സ്. ബി എന്ന് പറഞ്ഞത് എല്ലാം 1 ആയിരിക്കും. ഓക്കെ, സോ ഇതാണ് ഇന്നത്തെ ക്ലാസ്. ഓക്കെ, എന്ന് കണ്ടു നോക്കുക. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, താങ്ക് യു.